أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. قال الله عز وجل: إن الناس لم يعطوا شيئا خيرا من خلق حسن أو كما قال شفيعنا رسول الله. وكل ما أتى به الرسول فحقه التسليم والقبول. إيماننا بيوم آخر وجاب وكل ما كان به من العجاب. نبينا محمد قد رسل للعالمين رحمة وفضلا. مولده بمكة الآمين وفاته بطيبة المدينة. أتم قبل الوحي 40 وعمره قد جاوز 60. واعلموا أمة سيدنا محمد. ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ ഈ ജമാഅത്തിന്റെ പരിശുദ്ധമായ ബേസ് കുറയ്ക്കാം, മോണിറ്ററിലും ബേസ് കുറയ്ക്കാം, ഷാർപ്പാക്കി.
പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുവന്യർ ജമാഅത്തിന്റെ ഖത്തീബ് ഉസ്താദ്, പരിശുദ്ധമായ ഈ മഖാമിലെ ദുആ കൊണ്ട് നമ്മുടെ ഈ പരിപാടി തുടങ്ങി തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, പൊയ്യത്തവയിൽ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ പ്രസിഡന്റ്, അതുപോലെ ഇവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ, ഭാരവാഹികളെ, അള്ളാഹുവിന്റെ മഹത്തായ പരിശുദ്ധമായ സ്വാലിഹായ ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുടെ ഈ ദർബാറിൽ നടക്കുന്ന ഉറൂസ് പരിപാടിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തിവരുന്ന ഉറൂസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ, ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള മുഅ്മിനുകളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റജബിന്റെ രാത്രിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹായ ഒരു വലിയന്റെ ദർബാറിൽ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങൾ അള്ളാഹു ഞങ്ങൾ എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ ആഫിയത്ത് കൊടുക്കട്ടെ. നമുക്ക് മരണം ഹൈറായ സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഓടി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ധർമ്മനഗർ മഖാം ഉറൂസ് എല്ലാ 2 വർഷത്തിനൊരു പ്രാവശ്യം നടത്തിക്കൊണ്ടുവരുന്ന ഉറൂസ്, ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 9 ദിവസത്തിന്റെ വഅദ്, അതിൽ 2ാമത്തെ ദിവസമായ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം സൽ സ്വഭാവത്തിന്റെ സൗന്ദര്യം. സത്യം പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ കാരണം ഒരുപക്ഷേ നമ്മളിലുള്ളതായ സ്വഭാവം അതിന് കാരണമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും മുസ്ലിമീങ്ങൾ തന്നെ തമ്മിലുള്ളതായ ഭിന്നിപ്പുകൾക്കൊക്കെ കുടുംബത്തിലും അയൽവാസികളിലും നാട്ടുകാരും ഒരൊറ്റ വീട്ടിൽ താമസിക്കുന്നവരും ഓരോ മഹല്ല് നിവാസികളും തമ്മിൽ ചേരിതിരിഞ്ഞ് തമ്മിൽ ആക്ഷേപിച്ചുകൊണ്ട് കണ്ടാൽ പോലും മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് നമുക്കുള്ളതായ ഈ സ്വഭാവമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ മേൽവിലാസം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഐഡന്റിഫൈ അത് സ്വഭാവത്തിലൂടെയാണ് വെളിവാകേണ്ടിയിരുന്നത്. നമ്മുടെ പേര് കൊണ്ടോ നമ്മുടെ അഡ്രസ് കൊണ്ടോ അല്ല മുസ്ലിം എന്ന് തിരിച്ചറിയേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം കണ്ട് അവനൊരു മുസ്ലിം എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. നിങ്ങൾ നോക്ക്, ഇന്ന് പഴയ ഒരു കാലത്ത് മുസ്ലിമീങ്ങളിലേക്ക് എല്ലാവരും ആകർഷിക്കും. മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ വീട് കെട്ടി നിൽക്കാൻ, അവിടെ വീട് കെട്ടി താമസിക്കാൻ മറ്റുള്ള മതക്കാരും ആഗ്രഹിച്ചിരുന്നതായ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ അടുത്തേക്ക് വരാൻ മുസ്ലിമീങ്ങൾ തന്നെ മടിക്കുന്ന ഒരവസ്ഥയും ഒരു ചുറ്റുപാടാണ് നമുക്കിടയിലുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ ഈ ലോകത്ത് കാണിച്ചു തന്നത് അതനുസരിച്ച് ജീവിക്കേണ്ടവരാണല്ലോ മുസ്ലിമീങ്ങൾ. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് തന്നെ റസൂലുള്ളാഹി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോഴാണ്. ഒരു ചെറിയ ഒരു കുഞ്ഞി ദുനിയാവിലേക്ക് കടന്നു വന്ന ഒരു കുഞ്ഞി, ആ കുഞ്ഞിന് പോലും ആദ്യമായി പഠിപ്പിക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മിഹ്റാജിന്റെ രാത്രിയാണ് കഴിഞ്ഞുപോയത്. റജബ് 27 പകലും കഴിഞ്ഞുപോയി. 28 രാവിലാണ് നമ്മളുള്ളത്. ഈ പരിശുദ്ധമായ റജബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നവർ ആ രാത്രി കഴിഞ്ഞ് പകലായപ്പോൾ സുബഹിക്ക് ശേഷം ഹബീബായ തങ്ങൾ ഹിജ്റ പോകുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷമായിരുന്നു മിഹ്റാജ്. ഹിജ്റ പോകുന്നതിന് ഒരു കൊല്ലം മുമ്പായിരുന്നു ഇസ്റാ മിഹ്റാജ്. ആ സംഭവം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽ പോലും ചിലർക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. നബി, ഇതാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? രാത്രി കിടന്നുറങ്ങിയ റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹിക്ക് എഴുന്നേറ്റ് പറയുന്നത്, ഞാൻ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7 ആകാശത്തിന്റെ അപ്പുറം അള്ളാഹുവിന്റെ സന്നിധിയിലേക്കും പോയി മടങ്ങി വന്നതാണ് രാത്രി തന്നെ എന്ന് പറയുമ്പോൾ പലർക്കും അത് പ്രയാസമായി. എന്നാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് സത്യമാണ്, ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സ്വദ്ദഖനി അബൂബക്കർ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വെറുതെയല്ലല്ലോ. സ്വഹാബ, എന്നെ കൊണ്ട് ആദ്യം മുഅ്മിനായത്, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അതിനാദ്യം അംഗീകരിക്കുന്നതും ആ പറഞ്ഞതിനെ ശരിവെക്കുന്നതും അബൂബക്കറായിരുന്നു. അബൂബക്കറാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വെറുതെയല്ലല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുള്ളതാ ഈമാൻ. ഹബീബായ തങ്ങൾ എന്താണോ പറഞ്ഞത്, എന്താണോ പ്രവർത്തിച്ചത്, അതങ്ങനെ തന്നെ ജീവിതത്തിൽ അങ്ങേയറ്റത്തിന്റെ ബഹുമാനത്തോടെ നിലനിർത്തിയ മഹാൻ. ആ പാരമ്പര്യമാണ് ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ എന്താണോ കാണിച്ചു തന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ നോക്ക്, ശത്രുക്കൾ ഹബീബായ തങ്ങളെ കൊല്ലാൻ പോലും വന്നവർ റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തിൽ ആകർഷിക്കുകയും അവിടുത്തെ സ്വഭാവത്തെ പുകഴ്ത്തി പറഞ്ഞതായ മക്കയിലെ ഖുറൈശികൾ, മുശ്രിക്കീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സത്യസന്ധനായി അംഗീകരിക്കുകയും എന്തൊരു തീരുമാനമുണ്ടെങ്കിലും ആ തീരുമാനം എടുക്കാൻ വേണ്ടി, അഥവാ എന്തെങ്കിലും ഒരു തർക്കമുണ്ടായപ്പോൾ അതിന് പരിഹാരമായി അവർ കണ്ടെത്തിയിരുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയാണ്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ വെറുക്കാൻ തുടങ്ങിയതെപ്പോഴാ? റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം മോശമായപ്പോഴല്ല. റസൂലുള്ളാഹി തങ്ങളിൽ എന്തെങ്കിലും ഒരു അരുതായ്മകൾ വന്ന സമയത്തൊന്നുമല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ അവർ കണ്ടപ്പോഴല്ല. ഹബീബായ തങ്ങൾ അള്ളാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവരാരാധിച്ചിരുന്നതായ ദൈവങ്ങൾ, വിഗ്രഹങ്ങൾ, അതൊന്നും ആരാധനക്ക് അർഹനല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഇബാദത്തുകാരനായിരുന്നുവല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തഹജ്ജുദ് നിസ്കരിച്ച സ്വഹാബത്തുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തഹജ്ജുദ് നിസ്കരിച്ചവരുണ്ട്. ആ തഹജ്ജുദ് നിസ്കരിച്ച സ്വഹാബത്ത് പോലും പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമായിട്ടുണ്ട്. അത്രമാത്രം ദീർഘമായ നിസ്കാരം, അത്രമാത്രം ദൈർഘ്യതയുള്ളതായ നിസ്കാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചിരുന്നു. ഒരൊറ്റ ഹദീസ് മതി. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ ഒരു പ്രാവശ്യം തഹജ്ജുദ് നിസ്കരിച്ചു. ആ തഹജ്ജുദ് നിസ്കാരത്തിൽ ഹബീബായ തങ്ങളെ ഞാൻ തുടർന്നു. യഥാർത്ഥത്തിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. തഹജ്ജുദ് നിസ്കാരത്തിൽ ഇമാം ജമാഅത്തില്ല. നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇമാം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരവുമുണ്ട്, ഇമാം ജമാഅത്ത് സുന്നത്തില്ലാതെ തനിച്ച് ഒറ്റക്കൊറ്റക്കായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരവുമുണ്ട്. തഹജ്ജുദ് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം ഒക്കെ അതിൽ പെട്ടതാണ്. കുറച്ച് ഫ്രീ ആക്കി. തഹജ്ജുദ് നിസ്കാരവും തസ്ബീഹ് നിസ്കാരം ഒക്കെ അതിൽ പെട്ടതാൻ. ഒറ്റൊറ്റക്ക് നിസ്കരിക്കണം, ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ അബൂ അബ്ദുല്ലാഹി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തുടർന്നു തഹജ്ജുദിൽ. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ
വളരെ മനോഹരമായ ശൈലിയിൽ ഹബീബായ തങ്ങൾ ഫാത്തിഹ ഓതി. ഫാത്തിഹ കഴിഞ്ഞ് ഒരു സൂറത്ത് ഓതൽ സുന്നത്തില്ലേ? മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിലും സൂറത്തുണ്ട്. ആ നിസ്കാരത്തിൽ ഹബീബായ തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറ തുടങ്ങി ഫാത്തിഹയ്ക്ക് ശേഷം പിന്നിൽ നമസ്കരിക്കുന്ന അബൂ അബ്ദുല്ലാഹി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചവനെ, ബഖറയാണല്ലോ തുടങ്ങിയത്, ഇതിപ്പോ ഏതായാലും ഒരു 100 ആയത്തെങ്കിലും ഓതാതെ റുകൂയിൽ പോകില്ല. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. 50ഓളം പേജുകളുള്ള 2.5 ജുസ്ഉ വരെയുള്ളതായ 280 ചില്ലാൻ ആയത്തുകൾ അടങ്ങിയിട്ടുള്ളതായ സൂറത്ത്. ഒരു 100 ആയത്തെങ്കിലും ഓതാതെ നബി തങ്ങൾ റുകൂയിലേക്ക് പോകൂല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ 100 ആയത്ത് കഴിഞ്ഞ് പിന്നും അതിന്റെ അപ്പുറം ഇങ്ങനെ ഓതിക്കൊണ്ടുപോയി. ആ സ്വഹാബി ചിന്തിച്ചു, പടച്ചവൻ, ഇതിപ്പോ ഏതായാലും ബഖറ തീർക്കാതെ റുകൂയിൽ പോകൂല. ഒരൊറ്റ റക്അത്താണ്. നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് പോലും ഓതാൻ സമയം കിട്ടുന്നില്ല. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പിന്നെ ഇമാം ഓതുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ ഇങ്ങനെ കൂടി കൊടുക്കുന്നുണ്ടെന്നല്ലാതെ ഒരാള് സ്വന്തത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം പലപ്പോഴും സൂറത്ത് ഒഴിവാക്കലാണ് പതിവ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ബഖറ സൂറത്ത് ഓതുമ്പോൾ അതും നേരെ തീർത്തും ബഖറ സൂറത്ത് മുഴുവനും ഓതുമെന്ന് ചിന്തിച്ചു പോയി പിന്നിലുള്ള സ്വഹാബി. സുബ്ഹാനല്ലാഹ്, ബഖറ സൂറത്ത് അങ്ങ് തീർന്നു. ഹബീബായ തങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള ആയത്ത് സൂറത്ത് തുടങ്ങി, സൂറത്ത് ആൽ ഇംറാൻ. അത് തീർന്നു, പിന്നെ സൂറത്തു നിസാ തുടങ്ങി. ഈ 3 സൂറത്ത് തീരുമ്പോൾ ഏകദേശം 5 ജുസ്ഉ കഴിയും ഒറ്റ റക്അത്തിൽ തഹജ്ജുദിന്റെ. പിന്നിലുള്ള സ്വഹാബി ആകെ ബേജാറില്ല. മൂപ്പർ ഏതായാലും കൂടിയിട്ടായി, ഇപ്പൊ ഒഴിവാക്കാൻ മനസ്സില്ല. അങ്ങനെ നിസ്കരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ്. എന്നിട്ട് ഈ 3 സൂറത്തും കഴിഞ്ഞ് റുകൂഇലേക്ക് പോയി. റുകൂആണെങ്കിലോ ഈ 3 സൂറത്ത് ഓതാൻ എത്രമാത്രം സമയമാണോ ഖിയാമിൽ ഫാത്തിഹയ്ക്ക് ശേഷം നിന്നത്, ഏകദേശം ആ സമയത്തോടടുത്ത സമയം വരേക്കുമുള്ള ദീർഘമായ റുകൂഅ്. സുബ്ഹാനല്ലാഹ്, മണിക്കൂറോളം റുകൂഇലായി. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചുന്ന റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ നിസ്കരിച്ച് അവസാനം 2 കാലും ഇങ്ങനെ നീര് കെട്ടി ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. കാലിങ്ങനെ വണ്ണം വെക്കും. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പലപ്പോഴും ചോദിക്കാറുണ്ട്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? ചെറിയ സൂറത്ത് ഓതി തഹജ്ജുദ് നിസ്കരിച്ചാ പോരെ? അങ്ങേക്ക് ഖബർ ജീവിതത്തിൽ പേടിക്കണ്ടല്ലോ, ആഖിറത്തെ കുറിച്ച് പേടിയില്ലല്ലോ, സ്വർഗത്തിലേക്ക് എത്തുമോ ഇല്ലേ എന്ന ഒരു ആശങ്കയും ഹബീബായ തങ്ങൾക്കില്ലല്ലോ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ റസൂലുള്ളാഹി തങ്ങളാണല്ലോ. പിന്നെ എന്തിനാണ് നബിയെ ഇത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ട് മണിക്കൂറോളം തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ ശരീരം പോലും പ്രയാസപ്പെടുന്ന തരത്തിൽ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പറഞ്ഞത്, ആയിഷു അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം ഇബാദത്തിൽ കനിഷ്ഠതയുണ്ടായിട്ടും ഇബാദത്തിൽ അത്രമാത്രം ശ്രദ്ധയുണ്ടായിട്ട് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി അവിടുന്ന് വല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. അവിടുന്ന് വല്ലാതെ നിസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളാണ് നബിയെ എന്നല്ല ഖുർആൻ പറഞ്ഞത്. ധാരാളം നോമ്പ് പിടിക്കുന്ന സ്വഭാവമായിരുന്നുവല്ലോ റസൂലുള്ളാഹി തങ്ങൾക്ക്. റസൂലുള്ളാഹി തങ്ങളെ പോലെ സ്വതക്ക കൊടുക്കാൻ കഴിയുന്ന മറ്റൊരാളില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞത്, നബി അവിടുന്ന് വല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മേൽവിലാസം സൽ സ്വഭാവി എന്നതുള്ളതാണ്. അവിടുന്ന് വല്ലാത്ത നല്ല സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ ആകർഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ട് അവിടുന്ന് കൊല്ലാവുന്ന ശത്രുക്കളെ പോലും ഷഹാദത്ത് കലിമ പറഞ്ഞു മടങ്ങിയില്ലേ.
ഇന്ന് നമ്മൾ 5 നേരം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവരാണല്ലോ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവരാണല്ലോ. ആ പരിശുദ്ധമായ കഅബാലയത്തിന് ഒരൽപ്പം പോലും ഒരു മനുഷ്യനെങ്കാലും തെറ്റിപ്പോയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് അവസാനം സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്നതിന്റെ മീം അവസാനത്തിന്റെ ഹർഫായ അലൈക്കുമിന്റെ മീം മൊഴിയുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ നെഞ്ചെങ്കാലും ഖിബ്ലയിൽ നിന്ന് ഒരൽപ്പം തെറ്റിപ്പോയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. പരിശുദ്ധമായ കഅബാലയത്തിനുള്ള പവറാണ് കേട്ടോ. ആ പരിശുദ്ധമായ കഅബാലയത്തിൽ തിരിഞ്ഞ് നമസ്കരിക്കുന്നവരാണല്ലോ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാലും മയ്യത്ത് നേരെ കഅബയിലേക്ക് തിരിഞ്ഞു വെക്കുന്നതാണ്, ആ കഅബയിലേക്ക് നേരെ ചരിച്ചു കിടത്തുന്നതാണ്. പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഒരൽപ്പമെങ്കാലും ഒരു മയ്യത്ത് തെറ്റിയെന്നറിഞ്ഞാൽ ആ മയ്യത്ത് ഖബറടക്കിയതിന്റെ ശേഷം, ആ മയ്യത്തിന് ഖബറടക്കം പൂർണ്ണമായതിന്റെ ശേഷം മയ്യത്ത് ഖിബ്ലയിൽ നിന്ന് ഒരൽപ്പമെങ്കാലും തെറ്റിയിട്ടുണ്ടെന്നറിഞ്ഞാൽ ആ മയ്യത്ത് ചീഞ്ഞ് പഴുത്ത് നാറുന്നതിന്റെ മുമ്പാണ് അറിഞ്ഞതെങ്കിൽ, ആ മയ്യത്ത് കേടാകുന്നതിന് മുമ്പാണ് ഖബറിന്റെ അകത്ത് വെച്ച മയ്യത്ത് ഖിബ്ലയിൽ നിന്ന് ഒരൽപ്പം ചരിഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ രണ്ടാമത് ഖബർ മാന്തിയെടുക്കൽ നിർബന്ധമാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിന് എത്രമാത്രം പവറുള്ളതാ, ആ പരിശുദ്ധമായ കഅബാലയത്തിന് എത്രമാത്രം പവിത്രതയുള്ളതാ. ഓരോ മനുഷ്യൻ, എത്രയോ മനുഷ്യന്മാർ ഓരോ ദിവസത്തില് ലക്ഷക്കണക്കിലുള്ള മനുഷ്യന്മാരാണല്ലോ മുസ്ലിമീങ്ങളെ തവാഫ് ചെയ്യുന്നത്. ആ കഅബാലയത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ട്. ഈ ധർമ്മനഗരിൽ ഉറൂസിന്റെ മഖാമിലേക്ക് വന്നവർ ഈ സ്വാലിഹായ മനുഷ്യന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമ്പോൾ എല്ലാ മുഅ്മിനായ മനുഷ്യന്മാരുടെ ദുആയിലുണ്ട്. പടച്ചവനെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യാനുള്ള അവസരം ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങളില്ല, വിശുദ്ധമായ കഅബാലയം കാണാൻ കൊതിക്കാത്തവരില്ല. സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറയിലേക്ക് പോകുന്നവരുണ്ട്, കൂലി പണിയെടുത്തുകൊണ്ട് പണം ചെലവാക്കി ഉംറ ചെയ്ത ണ്ട്, കൂലി പണിയെടുത്തുകൊണ്ട് പണം സ്വരൂപിച്ച് ഹജ്ജിന് പോകുന്നവരുണ്ടല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികില്, ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ അരികില് ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ പോയി ഒന്ന് സുജൂദ് ചെയ്തപ്പോൾ ചീഞ്ഞു നാറുന്ന പഴുത്തുപോയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ഹബീബായ തങ്ങളുടെ പിരടിയിൽ വെച്ച് ഉല്ലസിച്ചില്ലേ. അബൂജഹലിനെ പോലത്തെ തമ്മാടിമാർ, ഉത്ബയെ പോലത്തെ തമ്മാടിമാർ, ശൈബയെ പോലത്തെ തമ്മാടിമാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തൊന്ന് സുജൂദ് ചെയ്തപ്പോൾ അവിടുന്ന് തല പോലും ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി തങ്ങളെ ആക്രമിച്ചില്ല. മുസ്ലിമേ, ഞങ്ങൾ എത്രയാ കഅബാലയത്തിന്റെ പരിസരത്തിൽ സുജൂദ് ചെയ്തത്. ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഇബ്രാഹിം നബിയുടെ കാൽ പതിഞ്ഞ സ്ഥലത്ത് എത്രയാ നമ്മൾ നിസ്കരിച്ചത്. ആ കഅബാലയത്തിന്റെ പരിസരത്ത് പോയി എത്രയാ നമ്മൾ തവാഫ് ചെയ്തത്. ആ വിശുദ്ധമായ കഅബാലയത്തെ എത്ര നേരമാ നോക്കിയിരുന്നത്. എന്നാൽ അതെല്ലാം ഈ സമൂഹത്തിന് കാണിച്ചു തന്നതായ ലോകത്തിന്റെ നേതാവിന് അതിന്റെ പരിസരത്തിരുന്നു കൊണ്ട് ഒരു സുജൂദ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ അകത്ത് കയറി ഒരു 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് വല്ലാത്ത മോഹമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നതായ ബനൂ ശൈബത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവിടുന്ന് പറയുകയാണ്, ഉസ്മാൻ ഇബ്നു ത്വൽഹ, പരിശുദ്ധമായ കഅബാലയം ഒന്ന് തുറന്നു തരുമോ?
വെറും 2 റക്അത്ത് നമസ്കരിക്കാൻ, ഒരു 4 സുജൂദ് കഅബാലയത്തിന്റെ അകത്ത് ചെയ്യാൻ എന്റെ റബ്ബിനൊരു സുജൂദ് ചെയ്യാറുള്ള ഒരു ചെറിയ ഒരു അവസരം തരുമോ എന്ന് ചോദിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹ കഅബ തുറന്നില്ല. ത്വൽഹയുടെ മകൻ ഉസ്മാൻ ബനൂ ശൈബ ഗോത്രത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് കഅബ തുറന്നു കൊടുത്തില്ല. ഹബീബായ തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞുപോയി. എന്നിട്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉസ്മാനെ, ഈ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, ഇതിന്റെ താക്കോൽ എന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിക്കുന്ന ദിവസം വരാനുണ്ട്. ഈ കഅബാലയത്തിന്റെ അധിപത്യം എന്നിലേക്ക് അല്ലാഹു നൽകുന്ന ദിവസമുണ്ട്. ഈ മക്കയുടെ അധികാരം എന്നിലേക്ക് അല്ലാഹു നൽകുന്ന ദിവസമുണ്ട്. അന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാവി, ആ താക്കോല് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടു ഉസ്മാൻ. അന്ന് വരേക്കും കഅബാലയത്തിനെ, ആ കഅബാലയം പൂട്ടി ചാവി സൂക്ഷിച്ചിരുന്ന ശൈബ ഗോത്രക്കാർ, ബനൂ ശൈബ ഗോത്രത്തിൽപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അത്ര മുഹമ്മദേ, ഈ കഅബാലയത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഖുറൈശികളായ നമ്മൾ എല്ലാവരും നശിച്ചു പോയിരിക്കുമോ? നമ്മളിൽപ്പെട്ട ഒരാളും ജീവിച്ചിട്ടില്ലാത്ത സമയത്താണോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ല ഉസ്മാൻ ഇബ്നു ത്വൽഹ, നിങ്ങൾ എല്ലാവരും ഹയാത്തിലുണ്ടാകുന്ന സമയത്ത് തന്നെ, നിങ്ങൾ മക്കയിൽ വലിയ സ്ഥാനം പിടിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ, നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തന്ന സമയത്ത് തന്നെ ഈ കഅബാലയത്തിന്റെ താക്കോൽ അല്ലാഹു എന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. കഅബാലയത്തിന്റെ അരികിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല. കഅബാലയത്തിന്റെ പരിസരത്ത് സുജൂദ് ചെയ്തപ്പോൾ ആക്രമിക്കപ്പെട്ടു പോയി. ആ കഅബാലയത്തിന്റെ പരിസരത്ത് പരിശുദ്ധ ഖുർആൻ ഓതിയതിനു വേണ്ടി ബോധം നഷ്ടപ്പെടുന്ന വിധത്തിൽ ആക്രമിക്കപ്പെട്ടു. ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് മദീനയിലുള്ള റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും രണ്ടാമത് മക്കം ഫതഹിന്റെ സമയത്ത് മക്കയെ പിടിച്ചടക്കിക്കൊണ്ട് 10,000-ഓളം സ്വഹാബത്ത്, 10,000-ഓളം സൈന്യമാ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മക്കയിലേക്ക് വരുന്നത്. എന്നിട്ട് പരിശുദ്ധമായ മക്കയെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തു. ഏത് കഅബാലയത്തിന്റെ പരിസരത്ത് സുജൂദ് ചെയ്തപ്പോഴാണോ ഒട്ടകത്തിന്റെ കുടൽമാല പെരടിയിൽ വെച്ച് ഉല്ലസിച്ചത്? ഏത് കഅബാലയത്തിന്റെ പരിസരത്ത് വന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയതിനു വേണ്ടി ആക്രമിക്കപ്പെട്ടു? ആ കഅബാലയത്തിന്റെ അധികാരം റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകപ്പെടുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബിലാലേ, കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉറക്കെ ബാങ്ക് വിളിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിന്റെ ചാവി കൊണ്ടുവരൂ സ്വഹാബ. ബനൂ ശൈബ ഗോത്രത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ താക്കോൽ ഊരി കൊണ്ടുവന്നു കൊടുത്തു. കഅബാലയം തുറന്നു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ കഅബാലയത്തിന്റെ അകത്ത് പോയി നമസ്കരിച്ചു. അവിടെയുള്ളത് മുഴുവനും ശത്രുക്കളാൻ. മക്കയിലുള്ളത് മുഴുവനും റസൂലുള്ളാഹി തങ്ങളുടെ ശത്രുക്കളാൻ. ഏത് കഅബാലയത്തിന്റെ അടുത്താണ് സുജൂദ് ചെയ്തപ്പോൾ അവർ ആക്രമിച്ചത്? ആ കഅബാലയത്തിന്റെ അകത്ത് കയറി റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കഅബാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്വഹാബത്തിൽ പലരും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ ചാവി ഞങ്ങളുടെ കൈവശത്ത് തരൂ നബിയേ. ഈ കഅബാലയത്തിനെ തുറക്കാനും പൂട്ടാനുമുള്ള അധികാരം ഞങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊള്ളു നബിയേ.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇല്ല സ്വഹാബ, ഈ താക്കോൽ ആരുടെ കയ്യിലാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു? ഏത് മനുഷ്യനാ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ അകത്തുനിന്ന് സുജൂദ് ചെയ്യാൻ തുറന്നു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അവസരം നിഷേധിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പരിഹസിച്ചത് ആ മനുഷ്യനാകുന്ന ബനൂ ശൈബ ഗോത്രത്തിൽപ്പെട്ട ത്വൽഹയുടെ മകൻ ഉസ്മാനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലെ ചാവി അങ്ങ് തിരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളെ ചാവി തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഇതാ നിങ്ങളുടെ കൈവശത്തുണ്ടായിരുന്ന താക്കോൽ. ഞാനെന്ന് പറഞ്ഞില്ലേ ഈ കഅബാലയം എന്ന് തുറന്നതാ, ഞാനൊന്ന് നമസ്കരിച്ചിട്ടെന്ന് ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ തന്നില്ല. പക്ഷെ ഇന്ന് ഈ കഅബാലയത്തിന്റെ അധികാരം അല്ലാഹു എന്നിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് മക്ക മുഴുവനും അധികാരം, മക്കയുടെ മുഴുവനും അധികാരം അല്ലാഹു എന്നിലേക്ക് ഏൽപ്പിച്ചു. ഈ കഅബാലയം എന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഇതിന്റെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു വെച്ചോ, എനിക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ തുറന്നു തന്നാൽ മതി. എന്തൊരു സ്വഭാവമാണ്, എന്തൊരു സ്വഭാവമാണ്! നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ സ്വഭാവം കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തിൽ ആകർഷിച്ചു. ശത്രുവായിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ കഅബാലയത്തിന്റെ അകത്ത് നിസ്കരിക്കാൻ പോലും റസൂലുള്ളാഹി തങ്ങളെ അനുവദിക്കാതെ പരിഹസിച്ച് റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ച മനുഷ്യൻ, ഹബീബായ തങ്ങൾക്ക് അധികാരം ലഭിച്ചപ്പോൾ ആ കഅബാലയത്തിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈവശത്ത് തന്നെ കൊടുത്തുകൊണ്ട് ഹബീബായ തങ്ങൾ ഉപദേശിച്ചപ്പോൾ അവിടുത്തെ സ്വഭാവത്തിൽ ആകർഷിതനായ ഉസ്മാൻ ഇബ്നു ത്വൽഹ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ സ്വഭാവത്തിലൂടെയാണ് ഇവിടെ മുസ്ലിമീങ്ങൾ വളർന്നത്. ആ സ്വഭാവത്തിലൂടെയാണ് ഇന്ത്യ രാജ്യത്തേക്ക് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കടന്നു വന്നപ്പോൾ അവരെ ആക്രമിക്കാൻ ഒരുമിച്ചുകൂടിയവർ പോലും അവരെ ബഹുമാനിക്കുകയും അവരുടെ മതത്തിൽ ആകർഷിക്കുകയും കൂട്ടം കൂട്ടമായി ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായത്. 14-10 ജില്ലാന സ്വഹാബത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് ഏകദേശം ഈ ഭാരതത്തിൽ 20ഓളം കോടികൾ മുസ്ലിമികൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം ആരെയും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ല. ഒരിക്കലും ഒരാളുടെ മതം നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ഇസ്ലാം പറയുന്നില്ല. അങ്ങനെ ഒരാൾ മതം മാറ്റിയാൽ അത് ഹറാമു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, പരിശുദ്ധമായ ദീനിൽ ബലം പ്രയോഗിക്കുക എന്നുള്ളതില്ല. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങളുടെയും സ്വഭാവത്തിൽ ആകർഷിക്കപ്പെട്ടതായ ഒരുപാട് അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ, ഈ മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്കൊക്കെ അല്ലാഹു കൊടുത്ത സ്ഥാനം, ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് നല്ല സ്വഭാവം എന്നുള്ളതാണ്. ഒരാളൊരു സൽസ്വഭാവിയായി കഴിഞ്ഞാൽ ചില മനുഷ്യന്മാരുണ്ടാവും സുബ്ഹാനല്ലാഹ്, ധാരാളം നിസ്കരിക്കും, വലിയ നിസ്കാരക്കാരനാണ്, നിസ്കാരത്തിന് തയമ്പൊക്കെ ഉണ്ടാവും, നല്ലോണം നോമ്പും പിടിക്കും, ഹജ്ജും ചെയ്യും, ധാരാളം സ്വതക്കം കൊടുക്കും. പക്ഷെ സ്വഭാവം ഒരാൾക്കും അടുക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും. സ്വഭാവം വളരെ ദുഷിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഒരു പെണ്ണുങ്ങളെ ചോദിച്ചില്ലേ, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണുങ്ങളുണ്ട്, ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ നബിയെ ധാരാളം നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ ഇബാദത്തുമുണ്ട്. പക്ഷെ നാവിന്റെ കാരണത്താൽ അയൽവാസികളെ വെറുപ്പിക്കും. നാക്കിന്റെ കാരണത്താൽ അയൽവാസികൾക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ വാക്കിൽ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഇന്നഹാ മിൻ അഹ്ലിൻ നാർ. ആ സ്ത്രീയിലൊരു ഖൈറുമില്ല സ്വഹാബ, അത് അല്ലാഹുവിന്റെ നരകത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട സ്ത്രീയാണ്. നിസ്കാരത്തിൽ കുറവുള്ളത് കൊണ്ടല്ലല്ലോ, ഇബാദത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളത് കൊണ്ടല്ലല്ലോ, അവിടുത്തെ നാക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
സ്വഭാവം ദുഷിച്ചു പോയതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ വെച്ച്, അല്ലാഹ് ചെയ്തു തന്ന നിഅമത്തുകളിൽ വെച്ച്, അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന കാര്യങ്ങളിൽ വെച്ച് നല്ല സ്വഭാവം അല്ലാഹു ഒരു മനുഷ്യന് നൽകി എന്നതിനേക്കാളും ഖൈറായ മറ്റൊന്നും ഒരു മനുഷ്യന് നൽകാറില്ല. അല്ലാഹു നൽകിയതിൽ ഏറ്റവും ഖൈറായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവമാണ്. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ അളവ് പോലും, ഈമാന് പൂർത്തിയായതിന്റെ അടയാളം പോലും സ്വഭാവത്തിലൂടെ വെളിവാകുന്നതാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ. ഒരു മനുഷ്യന്റെ ഈമാൻ പരിപൂർണമായത് എപ്പോഴാണ് അറിയുന്നതെന്നറിയുമോ? അഥവാ ഒരു മനുഷ്യന്റെ ഈമാൻ ഉണ്ടെന്ന് അറിയുന്നത് എപ്പോഴെന്നറിയുമോ? നല്ല ഒരു ഈമാനുള്ള മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴെന്നറിയുമോ? സ്വഭാവം നന്നായപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഈ ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ചവരാണല്ലോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. മാഷാ അല്ലാഹ്, മഹാനായ അല്ലാഹുവിന്റെ വലിയന്റെ ദർബാറിൽ ഈ നാട്ടിൽ താമസിക്കുന്നവര്, ഈ നാട്ടിൽ കുടിപാർത്ത് താമസിക്കുന്നവരുണ്ടല്ലോ, സുന്നത്ത് ജമാഅത്തിനല്ലാത്തവർ ഒറ്റ മനുഷ്യനും ഈ നാട്ടിലില്ല എന്ന് അറിയാൻ സാധിച്ചപ്പോൾ വല്ലാതങ്ങ് സന്തോഷമായി. സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരെ ആദരിക്കുന്നവരാണല്ലോ നമ്മൾ. സുൽത്താനുൽ ആരിഫീൻ ഔലിയാക്കന്മാരിൽ രാജാവായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു വലിയ മുദരിസായിരുന്നു. വലിയ ദർസുണ്ട്, 100 കണക്കിലുള്ള പണ്ഡിതന്മാർക്ക് കിതാബ് ഓതി കൊടുക്കുന്നു. അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ ദർസിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട് അടച്ച് വാതിലടച്ച് പോയ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു വീടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ വീടിങ്ങനെ തുറന്നു വെച്ചതായി കാണുന്നു. അടച്ചിട്ട് പോയ വീട് തുറന്നു വെച്ചത് കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ആരായിരിക്കും എന്റെ വീട് തുറന്നത്? നേരെ വന്നിങ്ങനെ മെല്ലെ തലയിട്ടിങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു ബാല്യക്കാരന് കക്കാൻ കയറിയതാൻ. വീട്ടിലേക്ക് കക്കാൻ കയറിയത് അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ വീട് അടച്ചു പോയതാണ്. രണ്ടാമത് പള്ളിയിൽ നിന്ന് രാത്രി ഇശാക്ക് കഴിഞ്ഞ് വരുമ്പോ വീട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് കാണും. മെല്ലെ ഇങ്ങനെ ഒന്ന് എത്തി നോക്കി, ആരായിരിക്കും റബ്ബേ പടച്ചോനെ വരന്റെ ഉള്ളിൽ? നോക്കുമ്പോ കള്ളം പേടിച്ചു പോയി. ആരാണെങ്കിലും പേടിച്ചു പോയില്ലേ? കക്കാൻ കയറിയ കള്ളൻ. ആ പുരക്കാരനെ വന്നിങ്ങനെ നേരിട്ട് റെഡ് ഹാൻഡ് ആയിട്ട് നോക്കി അറിഞ്ഞു പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ആരും പേടിച്ചു പോകൂലേ? ഏത് വീരപ്പനാണെങ്കിലും പേടിച്ചു പോകൂലേ? അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് പേടിച്ചപ്പോൾ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു നേരെ അടുത്ത് വന്നു. മോനെ, ഗോതമ്പ് എടുക്കാൻ വന്നതല്ലേ? ഗോതമ്പ് എങ്ങനെ ചാക്കിലേക്ക് നിറച്ചോണ്ടുണ്ട് കള്ളന്, ബാല്യക്കാരന്. ഗോതമ്പ് എടുക്കാൻ വന്നതല്ലേ? എന്നാൽ ഈ ഗോതമ്പിന് അത്ര നല്ല ക്വാളിറ്റി അല്ല. ഈ ഗോതമ്പം ഇതിലേറെ നല്ല ഗോതമ്പ് അകത്തുണ്ട്. മറ്റു മുറിയിൽ നല്ല തൊലി കളഞ്ഞ ഗോതമ്പുണ്ട്. അതെടുത്തു. നേരെ കള്ളന്റെ കൈയും പിടിച്ചു കൊണ്ടുപോയി ആ നല്ല ഗോതമ്പം ചാക്കിലേക്ക് ഇങ്ങനെ നിറച്ചു. അതിന്റെ വായു മൂടിയൊക്കെ കെട്ടി കള്ളന്റെ തോളത്ത് വെച്ചു കൊടുത്തു. എടുത്തിങ്ങനെ ചുമലിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മോനെ നിന്റെ പുര എവിടെയാണ്? അടുത്ത് തന്നെയാണോ? അതല്ല കുറെ ദൂരാണ്. ആ ബാലക്കാൻ പറഞ്ഞു, ഇന്ന നാട്ടിലാണ് എന്റെ പുര. സുൽത്താനുൽ ആരിഫിൻ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ പറഞ്ഞു അത്രേ, എന്നാ മോനെ നീ വിഷമിക്കണ്ട, ഈ രാത്രി നീ ഒറ്റക്ക് അങ്ങനെ പോകണ്ട, നിന്നെ ഞാൻ കൊണ്ടാക്കാം. കള്ളന്റെ കൂടെ നടന്നു. കള്ളൻ ആകെ ബേജാറായി പോയി, നാണക്കേടായി പോയി. പടച്ചവനെ, കക്കാൻ കയറിയ കള്ളൻ എന്നെ രാജാവിനെ പോലെ ഇയാൾ പരിഗണിക്കുന്നുണ്ടല്ലോ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിചാരിച്ചു. ഒരു മനുഷ്യന്റെ സാഹചര്യം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ദൗർബല്യകരമായ നിമിഷത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഒരു കള്ളൻ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി എന്ന് വിചാരിച്ചു, എന്ത് ചെയ്യും? മെല്ലെ പുറത്തുനിന്ന് ലോക്കാക്കിയിട്ട് അപ്പുറത്തെ ആൾക്കാരൊക്കെ വിളിക്കൂലേ? അതല്ലെങ്കിൽ നിങ്ങൾ നോക്കി, ആരും അറിഞ്ഞില്ല, CC ക്യാമറ നോക്കുമ്പോഴാ കൊണ്ടുപോയത് അറിഞ്ഞത്. എന്നാൽ അതിനങ്ങനെ തന്നെ ക്ലിപ്പെടുത്ത ആ CC ക്യാമറ ലോകത്തുള്ള എല്ലാ മീഡിയകളിലും, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ലോകത്ത് എങ്ങനെയെല്ലാം മറ്റുള്ളവരിലേക്ക് അത് പകർത്താൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പകർത്തി കൊടുക്കൂലേ? നിങ്ങൾ കാണുന്നില്ല ഓരോ ദിവസം വാട്സപ്പിലൂടെ വരുന്നത് മറ്റുള്ളവരുടെ അയവുകളൊക്കെ? ഒരാളൊരു തെറ്റ് ചെയ്തത് അറിഞ്ഞെന്ന് തന്നെ വിചാരിച്ചു, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ?
അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നേരെ ഈ കള്ളന്റെ പിന്നാലെ നടന്നു. കുറേ നടന്നു, ഒരുപാട് ദൂരം നടന്നു. അവസാനം കള്ളൻ പറഞ്ഞു, എന്റെ പുരയെത്തി, അതാ ഈ കാണുന്നതാണ് എന്റെ വീട്. എന്റെ വീടെത്തി, ഈ കാണുന്നതാണ് എന്റെ വീട്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കള്ളൻ ഇങ്ങനെ കൈ കൊടുത്തു. എന്നിട്ട് ആ കൈ ഇങ്ങനെ അമർത്തി പിടിച്ച് പറഞ്ഞു, മോനെ, എനിക്ക് നീ മാഫ് നൽകണം, എനിക്ക് നീ പുറത്തു തരണം. കള്ളന് സ്തംഭിച്ചു പോയി. അയാൾ എന്താ റബ്ബേ പുറത്തു പിടിക്കുന്നത് എന്നോട്? കള്ളനോട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, മോനെ, നീ എന്റെ പൊരല് ഗോതമ്പ ചാക്കിലേക്ക് നുറക്കുന്ന സമയത്ത് എന്റെ വീട് ഞാൻ അടച്ചിട്ട് പോയതായിരുന്നു. ഇത് ആരായിരിക്കും റബ്ബേ ഈ വീട് തുറന്നത് എന്ന ഒരു ആശങ്ക കൊണ്ട് ഞാനിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ആരായിരിക്കും എന്ന് ഞാൻ എത്തി നോക്കിയതാണ്. പക്ഷെ എന്റെ ആ നോട്ടം കൊണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ട്, എന്റെ നോട്ടം കൊണ്ട് നിങ്ങൾ ഭയന്നു പോയിട്ടുണ്ട്. നിങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ആ നോട്ടം ഞാൻ നോക്കിയതിന്, നിങ്ങളുടെ മനസ്സിന് പേടിയാകുന്ന തരത്തിൽ ആ ഒരു നോട്ടം ഞാൻ നോക്കിയതിന് എനിക്ക് നിങ്ങൾ മാഫ് നൽകണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ജീവിതം കണ്ടു. കക്കാൻ കയറിയ കള്ളനെ പേടിപ്പിക്കുന്ന തരത്തില് ഒരൊറ്റ നോട്ടം ഞാൻ നോക്കിപ്പോയി എന്ന് പേടിച്ചുപോയി. വന്നവൻ കള്ളനാണല്ലോ, നേരിട്ട് പിടിച്ചാലും പ്രയാസമൊന്നുമില്ല. ആ കള്ളനെ കയ്യോടെ പിടികൂടി ആ നാട് ഭരിക്കുന്ന രാജാവിനോ അതല്ല നിയമപാലകന്മാരുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്താലും തെറ്റൊന്നുമില്ല. എന്നാലും ആ കള്ളനെ നോക്കുമ്പോൾ പേടിച്ചുപോയി. കള്ളനെ അങ്ങനെ പേടിക്കുന്ന തരത്തില്, അയാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടം നോക്കിയതിന് വേണ്ടി അല്ലാഹു നാളെ ആഖിറത്തിൽ എന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് കള്ളനോട് മാഫ് ചോദിക്കുന്നു. ബാല്യക്കാരനായ കള്ളനോട് പുറത്ത് പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കള്ളനങ്ങ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് മടങ്ങി. സുബ്ഹാനല്ലാഹ്. കള്ളന് കിടന്ന ഉറക്കം വരുന്നില്ല. കള്ളന ഉറക്കത്തിൽ വല്ലാത്ത പേടിയിലാണ്, ഭയത്തിലാണ്. പടച്ചവൻ ആരുടെ വീട്ടിലേക്കാണ് റബ്ബേ ഞാൻ കക്കാൻ കയറിയത്? ഏത് സ്വാലിഹായ മനുഷ്യന്റെ വീട്ടിലേക്ക് റബ്ബേ ഞാൻ കക്കാൻ കയറിയത്? ആ വീട്ടിലേക്ക് രണ്ടാമത് ഞാൻ പോകേണ്ടതുണ്ട്. എന്നിട്ട് സുബ്ഹിയായപ്പോൾ കള്ളനായ ബാല്യക്കാരൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ തെരഞ്ഞ് അതേ നാട്ടിലേക്ക് രണ്ടാമത് വരുന്നു. എന്നിട്ട് പരിസരത്തുള്ളവരോട് ചോദിച്ചു, ഈ പരക്കാരന് ഈ വീട്ടിലെ താമസിക്കുന്നവർ ആരാണെന്നറിയുമോ? അവർ പറഞ്ഞു, അഹ്മദുൽ കബീറാണ്, ഇന്ന പള്ളിയിലെ മുദർരിസാണ്. സുബ്ഹാനല്ലാഹ്. കള്ളൻ നേരെ പള്ളി തെരഞ്ഞു പിടിച്ചു പോയി. എന്നിട്ട് ആ പള്ളിക്കകത്ത് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ വലിയ വലിയ തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർക്ക് കിതാബ് ഓതി കൊടുക്കുന്ന മുദർരിസാണ്. ഇന്നലെ രാത്രി കക്കാൻ കയറിയത് ആരുടെ വീട്ടിലേക്കെന്നറിയോ? വലിയ ഒരു ആലിമായ മുദർരിസിന്റെ വീട്ടിലേക്കാണ്. കള്ളന് വല്ലാതങ്ങ് പേടിച്ചു പോയി. പടച്ചവനെ, എങ്ങനെയാണ് റബ്ബേ പള്ളിക്കകത്ത് ഞാൻ കയറുക? എന്നെ കണ്ടാൽ അദ്ദേഹം എങ്കാലും ഇന്നലെ എന്റെ വീട്ടിൽ കവർന്നെടുക്കാൻ, എന്റെ വീട്ടിൽ ഗോതമ്പ് കക്കാൻ വന്നവൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്നെ വെറുതെ വിടൂല. ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ പോവുക എന്ന് പേടിച്ചുകൊണ്ട് ആ പള്ളിയുടെ ചുറ്റിലും അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നടക്കുമ്പോൾ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെ കണ്ട് പരിചയം തോന്നി. ആ സദസ്സിൽ നിന്ന് നേരെ എഴുന്നേറ്റ് ഓടി വന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ചെറുപ്പക്കാരന്റെ കൈ കൊടുത്തു മുസാഫഹത്ത് ചെയ്തു. എന്നിട്ട് അടുത്ത സ്നേഹിതനെ, സുഹൃത്തിനെ രണ്ടാമത് കിട്ടിയതുപോലെ എത്രയോ കൊല്ലം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടവർ മനുഷ്യനെ, കൂട്ടുകാരനെ കാണുമ്പോൾ ഏത് സന്തോഷത്തിലാണോ അയാളോട് പെരുമാറുന്നത്, അതുപോലെ പെരുമാറുകയും കൈപിടിച്ച് പള്ളിക്കകത്ത് കൊണ്ടുപോയി ഇരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ശിഷ്യന്മാരോട് പരിചയപ്പെടുത്തി കൊടുത്തു, എന്റെ വീട്ടിലെ അതിഥിയാണ്, എന്നെ രണ്ടാമത് കാണാവുന്ന എന്റെ അതിഥിയാണ്. സുബ്ഹാനല്ലാഹ്. കക്കാൻ പോയ ചെറുപ്പക്കാരനായ കള്ളനുണ്ടല്ലോ, അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. എന്നിട്ട് തൗബ ചെയ്ത് മടങ്ങുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കൈപിടിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. എന്നിട്ട് മരിക്കോളം സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുന്നു.
വഅദ് പറഞ്ഞിട്ട് നന്നായതല്ല. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വഅദ് കേട്ട് നന്നായതല്ല. അവിടുത്തെ ഇൽമിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് കേട്ട് നന്നായതല്ല. അവിടുത്തെ സ്വഭാവം കണ്ടുകൊണ്ട്, അവിടുത്തെ പെരുമാറ്റം കണ്ടുകൊണ്ട്, ഒരൊറ്റ രാത്രിയിലുള്ള കള്ളനോടുള്ള പെരുമാറ്റം കൊണ്ട്, അല്ലാഹുവിന്റെ വലിയന്റെ പെരുമാറ്റവും സ്വഭാവം കണ്ടുകൊണ്ട് കള്ളന് തൗബ ചെയ്ത് മടങ്ങി നന്നാകുന്നു. ഈമാനുള്ള മുസ്ലിമീങ്ങളെ എത്രയോ വഅദ് പറഞ്ഞവരാണല്ലോ നമ്മള്. എന്നിട്ട് ഒരൊറ്റ കള്ളുകുടിയനെ നന്നാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വ്യഭിചരിക്കുന്നവരെ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മുടെ വഅദ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പലിശ ഇടപാട് നടത്തുന്നവരെ നമ്മുടെ വഅദ് കൊണ്ട് നന്നായിട്ടുണ്ടോ? എല്ലായിടത്തും വഅദുകളാണ്, എല്ലാ സ്ഥലത്തും വഅദുകളാണ്. ഇന്ന് വഅദ് പറയാൻ കഴിയാത്തവരില്ലല്ലോ. യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ ഏത് വിഷയത്തിലാണോ വഅദ് വേണ്ടത് ആ സെക്കൻഡിൽ തന്നെ കിട്ടും. ഏത് വിഷയത്തിൽ സ്വഭാവമാണോ, അയൽവാസികളോടുള്ള കടപ്പാടാണോ, നല്ല ഭാര്യ എന്നാണോ, നല്ല ഭർത്താവ് എങ്ങനെ വേണമെന്നാണോ, ഏത് വിഷയത്തിൽ വേണമെങ്കിലും വഅദ് നമ്മുടെ കയ്യിന്റെ അകത്തുണ്ട്. നന്നാകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബീങ്ങള്, മദ്ഹബിന്റെ ഇമാമിങ്ങള്, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങള്, പണ്ഡിതന്മാർ, റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട സാദാതീങ്ങള് അവരുടെ സ്വഭാവം കണ്ട് അതിൽ ആകർഷിച്ചുകൊണ്ട് തൗബ ചെയ്ത തമ്മാടികളുണ്ട്. ഷഹാദത്ത് കലിമ പറഞ്ഞ അമുസ്ലിമീങ്ങളുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ജൂതന്മാരുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാമെന്നവർ പോലും, ഹബീബായ തങ്ങളെ കൊല്ലാമെന്നവർ പോലും റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞതില്ലേ? എത്ര ഉദാഹരണങ്ങളുണ്ട്, എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് എന്തേ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചു പോയത്? സുബ്ഹാനല്ലാഹ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നേരെയില്ല, മാതാപിതാക്കള് മക്കളോട് നേരെയില്ല, അയൽവാസികൾ തമ്മിൽ കണ്ടാലും മിണ്ടാത്ത അവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയിലതാ ജനറൽ ബോഡി കഴിഞ്ഞാൽ ആ ജനറൽ ബോഡിയുടെ സദസ്സിൽ സംസാരിച്ചതിന്റെ പേരിൽ മയ്യിത്ത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി പിരിയുന്നു. എന്റെ മയ്യിത്ത് പോലും കാണാൻ വരാൻ പാടില്ല, എന്റെ മയ്യിത്ത് പോലും നോക്കാൻ പാടില്ല. ചില ആൾക്കാർ ദേശം കൊണ്ട് പറയാം, സുബ്ഹാനല്ലാഹ്, മരിക്കുന്നത് ഒരു സുഖാണോ? മരണം എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ സംഗതി ഒന്നല്ലല്ലോ. സാധാരണ ഇപ്പൊ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളൊക്കെ കരയാറുണ്ട്, ഞങ്ങൾക്ക് ആറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും, മരിച്ച ഓണല്ലേ ഓണക്കാൻ ആറുള്ളത്, ആ മയ്യിത്തിന് ആറുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ മനുഷ്യന്റെ കൂടെ അവൻ ചെയ്ത അമലല്ലാത്ത മറ്റൊന്നും ഇല്ലല്ലോ. സ്വന്തക്കാർ പോലും, മക്കള് പോലും ഒന്ന് തൽഖീനൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒരു മണിക്കൂർ ഖബർ പുറത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലാൻ ആ മക്കള് നിൽക്കാറുണ്ട്. ബാപ്പ മരിച്ചാൽ ആ ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് നിൽക്കാൻ ഇന്ന് മക്കളുണ്ടോ? ഖബറിലേക്ക് ഇറങ്ങി ആ മയ്യിത്തിനൊന്ന് കിടത്തി കൊടുക്കാൻ വേണ്ടി മക്കൾക്ക് സാധിക്കുമോ? സ്വന്തം ഉമ്മയാ മരിച്ചത്, ഉമ്മാന്റെ മയ്യിത്ത് കട്ടിലിൽ നിന്നെടുത്ത് ഖബറിലേക്ക് കിടത്തി കൊടുക്കാനും കഴിയുന്ന മക്കൾ ആറുണ്ട്? സുബ്ഹാനല്ലാഹ്, വേണമെങ്കിൽ ആ പിന്നെ ഒരു പിടി മണ്ണുണ്ടല്ലോ അത് വെക്കാൻ ചില മക്കൾ തയ്യാറാകാറുണ്ട്. ആ ഒരു പിടി മണ്ണിങ്ങനെ ഉണ്ടയാക്കിയിട്ട്, ആ ഉസ്താദെ മോനുണ്ട്, ഓനിറങ്ങട്ടെ ഖബറിലേക്ക്. ആര് പഠിപ്പിച്ചതെന്ന് അറിയില്ല, ഇതെവിടെ നിന്ന് ഇങ്ങനെ ഈ ശീലം തുടങ്ങിയെന്നും അറിയില്ല. അത് ഈ മോണ് വെക്കുന്നതിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? ഈ ഉണ്ട മണ്ണ് വെക്കുന്നതിന്റെ അതിന്റെ ഹുക്കും എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാ ഈ ഉണ്ട മണ്ണ് വെക്കുന്നത്? ഇത് മോൻ തന്നെ വെക്കണമെന്നുണ്ടാ? അത് ഈ കബറ്, താഴെ കബറിൽ മയ്യിത്തിനെ വെച്ചപ്പോ ഒരു പിടി മണ്ണിങ്ങനെ കയ്യിലെടുത്ത് ഒരു 7 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് ഓതുകയും ആ മണ്ണിനെ താഴെ കബറിന്റെ ഉള്ളിൽ എവിടെ വെച്ചാലും, കഫൻ തുണിന്റെ ഉള്ളിലായാലും പുറത്തായാലും എവിടെയായാലും ആ മയ്യിത്ത് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന, ആ മയ്യിത്തിന് ഖബറിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കുന്ന, ഖബറിന്റെ അകത്തുള്ളതായ പ്രയാസമുണ്ടല്ലോ, ആ പ്രയാസത്തിൽ നിന്ന് മയ്യിത്തിന് ഒരു സുരക്ഷിതത്വം ലഭിക്കുന്ന, അതിനു വേണ്ടി ഈ ഉണ്ട വെക്കുന്നത്.
അതല്ലാതെ അത് മോൻ തന്നെ ഇറങ്ങണം, കബിലത്ത് തന്നെ വെച്ചു കൊടുക്കണം എന്നുള്ള നിബന്ധന ഒന്നുമില്ല. താഴെ ഖബറിൽ എവിടെയായാലും മതി. പിന്നെ മകൻ എന്താ ചെയ്യേണ്ടത്, മക്കൾ എന്താ ചെയ്യേണ്ടത്? ആ പിതാവിന്റെ ഖബറിലേക്ക് ഒന്ന് ഇറങ്ങിക്കോ. എന്നിട്ട് നേരെ മയ്യത്ത് കട്ടിലിൽ നിന്ന് മയ്യത്തിനെ മെല്ലെ ഊരിയെടുത്ത് ഒരു കുഞ്ഞിനെ തൊട്ടിൽ കിടത്തുന്നത് പോലെ ആ പെരടിന്റെ താഴേക്ക് കൈവച്ചു കൊടുത്ത് മെല്ലെ സമാധാനത്തിൽ ഖബറിലേക്ക് ഒന്ന് ചെരിച്ചു കിടത്ത് നേരെ. അതാ മക്കൾ ചെയ്യേണ്ടത്. അതിന് മക്കള് കിട്ടൂല. മയ്യത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ ഒരു ഉസ്താദെ മോണല്ലേ നിസ്കരിക്കേണ്ടത്, മസാല പറയും. ഉസ്താദെ മോണല്ലേ നിസ്കരിക്കേണ്ടത്? എത്ര വലിയ ആലിമീങ്ങൾ വഫാത്തായി, ഓരൊക്കെ മക്കളെ ഇമാമ് നിന്നത്. സയ്യിദന്മാർ ഇമാമ് നിർത്തും, സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരെ കൊണ്ട് ഇമാമത്ത് നിർത്തും മയ്യത്ത് നിസ്കാരത്തിന്. ഖുലഫാ ഉർ റാഷിദീങ്ങളെ നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ജനാസയിലേക്ക് ഇമാമത്ത് നിന്നത്, മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് അവരുടെ സ്വന്തം മക്കളാ. അവർക്ക് മസ്അല അറിയായിട്ടാ. ഇതിപ്പോ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ലേ. മക്കള് മയ്യത്ത് നിസ്കരിക്കണ്ടേ ഉസ്താദെ? മോനല്ലേ, മോൻക്കല്ലേ അവകാശം? എന്തവകാശം? അങ്ങനെയുണ്ട്. മയ്യത്ത് നിസ്കാരം പോലും ശരിയാകാത്ത അവസ്ഥയിലാണ്. പലരുടെയും മയ്യത്ത് നിസ്കാരം ബാത്തിലായി പോകുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളുടെ ഖബറിന്റെ പരിസരത്തിരുന്ന് വന്ന് ഖുർആൻ ഓതാൻ പോലുള്ളൊരു മനസ്സുപോലും കാണിക്കുന്നില്ല. ഇന്ന് തമ്മിൽ ബന്ധങ്ങളൊക്കെ അകലുകയാണ്. എന്റെ കാരണം നിങ്ങൾ നോക്ക്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇന്നിപ്പോ ഈ ത്രിവലി ത്വലാഖ് ബാനായില്ലേ? മുത്തലാഖ് 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയാൽ ജാമ്യമില്ലാ വകുപ്പ് അവൻ അകത്തിടും. യഥാർത്ഥത്തിൽ 3 ത്വലാഖ് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും. ഒരിക്കൽ പോലും അവളെ തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ അവൾ പുറത്തു പോകും. ബായിനായ ത്വലാഖ് സംഭവിക്കുമെന്ന് മാത്രം. പക്ഷെ 3 ത്വലാഖ് പറയണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. 3 ത്വലാഖ് ഒറ്റയടിക്ക് പറയാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ ത്വലാഖിൽ നിർത്തി ഹബീബായ തങ്ങൾ. പിന്നെ വീണ്ടും മടക്കിയെടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മടക്കിയെടുത്തു. ത്വലാഖ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അവർക്ക് അല്ലാഹു കൊടുത്തൊരു റഹ്മത്താണത്. ഈ നിക്കാഹിലൂടെ രണ്ടുപേര് തമ്മിൽ ഒരുമിച്ചു കൂടിയാൽ ഒരു നിലക്കും അവർക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ജീവിതമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരു നിലക്കും അവർക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിക്കാഹിന്റെ ബന്ധമെങ്കിൽ, ഒരു നിലക്കും ഓന്റെ സ്വഭാവം പൊരുത്തപ്പെടാൻ കഴിയാത്ത പെണ്ണാണെങ്കിൽ ഓൾ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യാൻ പറ്റൂലല്ലോ. അതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സ്വഭാവം ഒരു നിലക്കും നേരെയാകാത്തതാണ്, വളരെ മോശമാണ്. ഓൾക്ക് ഓളിൽ നിന്ന് പിരിയാതെ രക്ഷയില്ല. പിരിയാൻ പറ്റാത്തൊരവസ്ഥ, ത്വലാഖ് എന്നുള്ള ഒരു സംഗതിയെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അപ്പൊ ആ നിക്കാഹിന്റെ ബന്ധം വേർപെടുത്താനുള്ള ഒരു മാർഗമാണ് ത്വലാഖ്. നമ്മളതിനെ ദുരുപയോഗപ്പെടുത്തി, നമ്മളതിനെ മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിച്ചു. എങ്ങനെ? അക്രമിയായ ഭരണാധികാരികൾക്ക് ഭരണം കൊടുക്കൽ കൊണ്ട് അള്ളാഹു ഈ സമൂഹത്തെ ശിക്ഷിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മയ്യത്ത് കിടന്നിരിക്കെ നമ്മൾ കരയുന്നത് ഞങ്ങൾക്ക് ഇനി ആരുണ്ട്? ഭാര്യ ചോദിക്കുന്നത് എനിക്ക് ആരുണ്ടെന്ന്, മക്കൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇനി ആരുണ്ട്? യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ആരുണ്ടെന്നാ ചോദിക്കേണ്ടത്. അയാൾക്ക് ഇനി ഒന്നും ഇല്ലല്ലോ, അമലൊന്നും ഇല്ലല്ലോ, ഇബാദത്തൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, കുടുംബബന്ധമൊക്കെ എല്ലാം മുറിഞ്ഞു പോയില്ലേ? അയാളിനിപ്പോ എന്താ ചെയ്യേണ്ടത്? അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നാളെ ആഖിറത്തിൽ അല്ലാഹു നന്മയും തിന്മയും തൂക്കുന്ന തുലാസ മീസാനിൽ ഒരു മനുഷ്യന്റെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കണം തൂങ്ങുന്നത് സൽ സ്വഭാവമാണ്. ഒരു മനുഷ്യന് നല്ല സ്വഭാവമുണ്ട്, വലിയ നിസ്കാരമൊന്നുമില്ല, ഫർദ് നോമ്പല്ലാത്ത സുന്നത്ത് നോമ്പുകളില്ല, ഫർദ് നിസ്കാരമല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല,
പക്ഷെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്. എങ്കിൽ ആ മനുഷ്യന്റെ ഇബാദത്തിൽ ഏറ്റവും കണം തൂങ്ങുന്നത് നാളെ മഹ്ശറയിൽ നല്ല സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരൊറ്റ രാത്രി പോലും ഒഴിവാക്കാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നവന്, സുബ്ഹി വരേക്കും രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നവര്, ഞങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തവരാണല്ലോ പലരും. സുബ്ഹാനല്ലാഹ്. ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ പോലും പ്രയാസമാണ്, എന്നാൽ സുബ്ഹി ജമാഅത്തിലും പങ്കെടുക്കാൻ പ്രയാസമാണ്. റമളാനിൽ പോലും പരിശുദ്ധ ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ റമളാനിൽ ആ പരിശുദ്ധ റമളാനിന്റെ 30 ദിവസങ്ങളിൽ ഒരൊറ്റ ഖത്മ തീർക്കാൻ പോലും നമുക്ക് പ്രയാസമായിട്ടുണ്ട്. പലരും പരാജയപ്പെട്ടു പോയി. റമളാനിന്റെ 1-ാമത്തെ ദിവസത്തിൽ ആ പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചവര്, റമളാനിന്റെ തുടക്കത്തിൽ ഒരു ഖത്മെങ്കിലും തീർക്കണമെന്ന ലക്ഷ്യത്തോടെ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ തുടങ്ങി വെച്ചവര്, റമളാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ രാത്രിയായപ്പോൾ തോൽവി സമ്മതിച്ചു കൊടുത്തു. ഒരു ഖത്മ പോലും തീർക്കാൻ കഴിഞ്ഞില്ല. 30 ദിവസം നോമ്പെടുത്തിട്ട് 30 ദിവസത്തിൽ എത്ര മണിക്കൂറുകളാണ് മൊബൈലിൽ കളിച്ചത്? 30 ദിവസത്തിൽ എത്ര മണിക്കൂറുകളാണ് ഷോപ്പിങ്ങിന് വേണ്ടി ചെലവഴിച്ചത്? എത്ര ദിവസങ്ങളാണ് മാർക്കറ്റിൽ പോയി നമ്മൾ ചെലവഴിച്ചത്? എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഖത്മ തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ 2 പെണ്ണുമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലോ. പിന്നോറയിന് 2 പ്രകാശത്തിന്റെ ഉടമ എന്ന് അറിയപ്പെട്ടവരാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ 3-ാമത്തെ ഖലീഫയാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു, സ്വഹാബ, സ്വർഗ്ഗത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും ഓരോ കൂട്ടുകാരുണ്ട്. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരാണ്, എന്റെ മരുമകനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. അത്രമാത്രം സ്ഥാനമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? പാതിരാത്രിക്കുള്ള തഹജ്ജുദ് നിസ്കാരത്തിൽ ഒരൊറ്റ റക്അത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ തീർത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. ഒരൊറ്റ റക്അത്തിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ ഖത്മ തീർത്ത മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഗിന്നീസ് റെക്കോർഡിൽ എൻറ്റർ കിട്ടാൻ വേണ്ടി ഒരൊറ്റ റക്അത്തിൽ തഹജ്ജുദ് ഖുർആൻ തീർത്തതല്ല, ജീവിതത്തിൽ പലപ്പോഴും പതിവായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും തഹജ്ജുദിലെ റക്അത്തിൽ ഒരൊറ്റ റക്അത്തിൽ ഖത്മ തീർക്കുന്ന സ്വഭാവമായിരുന്നു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കാരത്തിൽ, രാത്രി മുഴുവനും ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിച്ചതുപോലെ പകലൊരൊറ്റ ദിവസം ഒഴിവാക്കാതെ നോമ്പ് നോറ്റവനെ പോലെ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബത്തിന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, രാത്രി മുഴുവനും ഖുർആൻ ഓതി നിസ്കരിക്കുന്നവൻക്കുള്ള പ്രതിഫലം, പകല് മുഴുവനും ഒരൊറ്റ ദിവസം പോലും നഷ്ടപ്പെടാതെ നോമ്പ് നോക്കുന്ന പ്രതിഫലം അല്ലാഹു കൊടുക്കുന്ന ഒരേ ഒരു ഇബാദത്ത് സ്വഭാവമാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ആരോടും പിണക്കമില്ല, ഒരാളോട് വിദ്വേഷമില്ല, അസൂയ എന്തെന്ന് തന്നെ അറിയില്ല, നാക്കില് ചീത്ത വരൂല, അയൽവാസികളോട് വെറുപ്പില്ല, കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല, ഒരൊറ്റ ആലിമിനെയും ചീത്ത പറഞ്ഞില്ല, ഒരൊറ്റ സയ്യിദന്മാരെ ഗീബത്ത് പറഞ്ഞില്ല, രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരെ വേണ്ടാത്തത് പ്രചരിപ്പിച്ചില്ല. നല്ല സ്വഭാവത്തിന്റെ ഉടമയാ. എന്നാൽ ആ മനുഷ്യന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? രാത്രി മുഴുവനും ഖുർആൻ ഓതി നമസ്കരിച്ചവനുള്ള പ്രതിഫലമാണ്, പകല് മുഴുവനും നോമ്പ് നോറ്റവന്റെ പ്രതിഫലമാണ്.
സുബ്ഹാനല്ലാഹ്, ആർക്കാ കഴിയുക എന്റെ ഈമാനുള്ളവരെ? എത്രയെത്ര മഹാന്മാരുണ്ട്. സഹൽ റളിയല്ലാഹു അൻഹു അയൽവാസി ഒരു മജൂസിയ, അഗ്നിയെ ആരാധിക്കുന്നവനാണ് അയൽവാസി. സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാസം എന്തെന്നറിയോ? എല്ലാ ദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കക്കൂസിന്റെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരും. നമ്മുടെ അയൽവാസികളിൽ മരത്തിന്റെ ഇല വീണാലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. നിന്റെ ആ മരം വെട്ടിക്കോണം, അതിന്റെ ഇല വീണിട്ട് എല്ലാ ദിവസവും കടിച്ചു പാർന്നതിന്റെ പണി, ഭയങ്കര ഗുൽമാൽ. അയൽവാസികളെ ശപിച്ചുകൊണ്ടേ ചില പഠിച്ചു വരും. എന്തേ? അയാളുടെ മരത്തിൽ നിന്ന് ഇല ഇങ്ങനെ നിന്റെ പറമ്പിലേക്ക് എന്നെ കൊടിഞ്ഞു വീഴുന്നു. അയാളെ ചീത്ത പറഞ്ഞുകൊണ്ടും ശപിച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചു പാറും. എന്ന ബഹുമാനപ്പെട്ട സഹൽ തങ്ങള് റളിയല്ലാഹു അൻഹു അയൽവാസിയായ മജൂസിയായ ഒരാള്, അദ്ദേഹത്തിന്റെ കക്കൂസിൽ നിന്ന് അഴുക്കുകൾ, വേണ്ടാത്ത മാലിന്യങ്ങൾ, നജസ്സുകളൊക്കെ എല്ലാ ദിവസവും രാത്രി നോക്കുമ്പോൾ പൊരഞ്ഞ മുട്ടത്തുണ്ടാവും. മൂത്രവും കാഷ്ടവും വല്ലാത്ത വാസന. സഹൽ തങ്ങള് രാത്രിയൊക്കെ എഴുന്നേറ്റ് അതൊക്കെ കഴുകി വൃത്തിയാക്കി മുട്ടമൊക്കെ ഇങ്ങനെ ഭംഗിയാക്കി പോയി കിടന്നുറങ്ങും. കുറേ കൊല്ലം കഴിഞ്ഞു, ഒരുപാട് വർഷമായി. സഹൽ റളിയല്ലാഹു അൻഹു ഇതൊക്കെ ക്ലിയർ ആക്കി, നേരെയാക്കി. അയൽവാസിയോട് പറഞ്ഞിട്ടേ ഇല്ല, അയൽവാസിയോട് ഇത് അറിയിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അവസാനം സഹൽ റളിയല്ലാഹു അൻഹു രോഗിയായി, കിടത്തത്തിലായി. ഇന്ന് രാത്രി എഴുന്നേറ്റ് പോയി പണിയെടുക്കാനൊന്നും കഴിയൂല. കുറച്ച് സൗണ്ട് കൂട്ടും. രാത്രി പോയിട്ട് പണിയെടുക്കാനൊന്നും കഴിയൂല സഹൽ റളിയല്ലാഹു അൻഹുവിന്. ആ സമയത്തതാ മക്കളെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ അയൽവാസിയായ മജൂസിയായ ആളുണ്ടല്ലോ, അയാളൊന്ന് വിളിച്ചു വരുത്തണം, അയാളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാൻ. ആ മജൂസിയായ ആളെ മക്കള് പോയി വിളിച്ചു. വാപ്പ വിളിക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾ വരണത്തിന് പോരക്ക്. അയൽവാസി വന്നു. മജൂസിയായ ആള് മുസ്ലിം അല്ല. അയാളോട് പറഞ്ഞു സഹൽ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കക്കൂസിന്റെ ആ പൈപ്പ് പൊട്ടിയിട്ട് നജസ്സുകളൊക്കെ എൻ്റെ പറമ്പിലേക്ക്, എൻ്റെ മുറ്റത്തേക്ക് വന്നു നിൽക്കാറുണ്ട്. ഞാനത് ഇന്നേ വരെയൊക്കെ നിങ്ങളോട് പറഞ്ഞില്ല. എന്തേ നിങ്ങളോട് പറയാത്തത്? എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹനെ തന്നെയാണ് സത്യം, അവൻ മുഅ്മിനല്ല. അല്ലാഹനെ തന്നെയാണ് സത്യം, അവൻ മുഅ്മിനല്ല. അല്ലാഹനെ തന്നെയാണ് സത്യം, അവൻ മുഅ്മിനല്ല. ആര് നബിയെ മുഅ്മിനല്ല? പിന്നെയും 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 സത്യം ചെയ്ത് പറയുന്നത് ആരെയാണ് നബിയെ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അയൽവാസിയെ വെറുപ്പിക്കുന്നവൻ മുസ്ലിം അല്ല. അയൽവാസിയെ വെറുപ്പിക്കുന്നവൻ ഈമാൻ പൂർണ്ണമായവനല്ല. ഇരിക്കുന്ന ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ അയൽവാസികളോട് ബന്ധം മുറിച്ചവരുണ്ടോ? വല്ലാഹി മുഅ്മിനല്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അയൽവാസി, മുസ്ലിമല്ല, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അയൽവാസിയുമായിട്ടുള്ള ബന്ധം മുറിച്ചവരുണ്ടോ? അയൽവാസികളെ വെറുപ്പിച്ചവരുണ്ടോ? വല്ലാഹി അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞത് സ്വാദിഖുൽ മസ്ദൂഖായ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും മിണ്ടാത്ത ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ ഈ മജൂസിയോട് സഹൽ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ പറയാത്തത് നിങ്ങൾക്ക് വിഷമുണ്ടാവുമെന്ന് കരുതിയിട്ട. പക്ഷെ ഇന്നിപ്പോ പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഞാനെങ്കാലും മരിച്ചുപോയാൽ എന്റെ മക്കൾ ഇത് ഞാൻ സഹിച്ചതുപോലെ സഹിക്കുമോ എന്നറിയില്ല. എന്റെ മക്കളെങ്കാലും നിങ്ങളോട് പ്രശ്നമുണ്ടാക്കിയാൽ അയൽവാസികളെ വെറുപ്പിച്ച മക്കളുടെ പിതാവായി പോകൂലേ ഞാൻ? അതിനെ പേടിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇതൊന്ന് ഉണർത്തിയതാ. സുബ്ഹാനല്ലാഹ്. മജൂസിയായ മനുഷ്യൻ അവിടത്തെ കൈപിടിച്ച് ചുംബിക്കുന്നു. എന്നിട്ട് തങ്ങളെ, എന്താ നിങ്ങൾ ഇത് ഇന്നേ വരേക്കും പറയാത്തത്? ഇത്രമാത്രം നജസ്സുകള്, ഇത്രമാത്രം എന്നിൽ നിന്ന് ഇടങ്ങേറ് സഹിച്ചുകൊണ്ട് ഇന്നേ വരേക്കും എന്നെ നിങ്ങൾ എന്തിനാ തങ്ങളെ ഒന്ന് ഉണർത്താത്തത്? ഞാൻ അറിഞ്ഞ് ചെയ്തതല്ലല്ലോ, അറിയാതെ സംഭവിച്ചതാണ് തങ്ങളെ. സുബ്ഹാനല്ലാഹ്. അയൽവാസിയോട്, മജൂസിയായ ആളോട് സഹൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ബിഹാദാ അമറനീ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചത് ഇതാണ്. അയൽവാസികളെ വെറുപ്പിക്കുന്നവൻ മുസ്ലിം അല്ല. അയൽവാസികളെ വെറുപ്പിക്കുന്നവന്റെ ഈമാൻ വല്ലാഹി പൂർണ്ണമല്ല. അതുകൊണ്ട് ഞാൻ പറയാത്തതെന്ന് പറയുമ്പോൾ ഷഹാദത്ത് കലിമ സഹൽ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് മജൂസി പറയുന്നു. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവം കണ്ട് ഏതെങ്കിലും ഒരാൾ ഇന്നേ വരെ നന്നായിട്ടുണ്ടോ? നിങ്ങൾ നോക്കണി, ത്വലാഖിന്റെ പഞ്ചായത്തുകൾക്കൊക്കെ 3 പോയെങ്കിൽ വെറും 3 മാസം മാത്രം ഒക്കെ ജീവിച്ചത് ഭാര്യ ഭർത്താവ്.
3 മാസം ഉറക്കെ ഉണ്ടായി, എന്നിട്ട് തമ്മിൽ തെറ്റി, അവസാനം ത്വലാഖിലെ അവസാനിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ് 3 മാസം കൂടെ നിന്നവന്റെ പരാതി 3 കൊല്ലം പറഞ്ഞിട്ട് ഓൾക്ക് തീർന്നില്ല. 30 കൊല്ലം കഴിഞ്ഞിട്ടും ഓന്റെ കുറ്റം പറഞ്ഞിട്ട് ഓൾക്ക് തീർക്കാൻ സാധിക്കുന്നില്ല. നേരെ തിരിഞ്ഞ് ഭർത്താവങ്ങൻ തന്നെയാണ്. ഈ 3 മാസം കൂടെ ജീവിച്ച ഭാര്യ ഉണ്ടല്ലോ, ഓളെ പരാതിയും കുറ്റം പറഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഓൾക്ക് പറഞ്ഞിട്ട് തീർന്നില്ല. അത്രമാത്രം പറയാറുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ സ്വഭാവം? നേരെ മറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിരുന്ന ഖാദിം, ഹബീബായ തങ്ങളുടെ കൂടെയുണ്ടായ ഖാദിം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഉപ്പ മരിച്ചപ്പോൾ, പിതാവ് മരിച്ചപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ ഭർത്താവിലേക്ക് ഇങ്ങനെ വാവുന്ന സമയത്ത്, രണ്ടാമത്തെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് യതീമായ വാപ്പയില്ലാത്ത കുഞ്ഞിനെ നേരെ കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. 10 വയസ്സിന്റെ കുഞ്ഞിനെ ഹബീബായ തങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹു 20ാമത്തെ വയസ്സിൽ നല്ല ചെറുപ്പക്കാരനായ സമയത്ത് ഹബീബായ തങ്ങൾ വഫാത്തായി പോയത്. 10 വർഷം ഹബീബായ തങ്ങളുടെ കൂടെ നിഴലുപോലെ നിന്നു അനസ് റളിയല്ലാഹു അൻഹു. അവസാനം ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി 10 കൊല്ലം ഞാൻ ഹബീബായ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഇന്നേ വരേക്കും ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി അനസേ നീ എന്തിനത് ചെയ്തു, അഥവാ ഞാൻ ചെയ്യാത്ത ഒരു പ്രവൃത്തി അനസേ എന്തേ നീ അത് ചെയ്യാത്തത് എന്ന് എന്റെ ഹബീബിനോട് പറഞ്ഞിട്ടില്ല. അത്രമാത്രം നല്ല സ്വഭാവമായിരുന്നു. 10 കൊല്ലം ജീവിച്ച ഹബീബായ തങ്ങളുടെ കൂടെ രാത്രിയും പകലും നെടുലുപോലെ നടന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 10 കൊല്ലം ഞാൻ കൂടെ ജീവിച്ചിട്ട് പോലും എന്നോട് ഒരിക്കൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ഇന്ന് നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതായ പെണ്ണുകുട്ടികളുണ്ടല്ലോ, ഭർത്താവിന്റെ വീട്ടിൽ വല്ലാത്ത പ്രയാസത്തിലുള്ള പല പെണ്ണുകുട്ടികളുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വരുന്നവര് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ടാണല്ലോ നമ്മുടെ കൂടെ ഇറങ്ങി വന്നത്. നിങ്ങൾ നോക്ക്, കല്യാണം കഴിഞ്ഞ ദിവസം, ആ പെണ്ണിനെ നിക്കാഹ് കഴിഞ്ഞ ദിവസം, ആ കല്യാണം കഴിഞ്ഞ ഹാളിൽ നിന്ന് അവസാനം പുതിയ ആപ്പിളിന്റെ കൂടെ ഇറക്കി കൊടുക്കുമ്പോൾ പെണ്ണ് വല്ലാത്ത കരച്ചിലാണ്. വാപ്പയെ കെട്ടിപ്പിടിച്ച് പൊണ്ണുമോള് കരയുന്നു, ഉമ്മയെ കെട്ടിപ്പിടിച്ച് വല്ലാതങ്ങ് കരഞ്ഞു പോയവളാണ്. കൂടെ പറപ്പുകളെ വല്ലാതങ്ങ് വിതുമ്പുന്നു. എന്നിട്ട് ഇന്നേ വരേക്കും ഒരൊറ്റ പുരുഷന്, ഒരൊറ്റ ചെറുപ്പക്കാരന് കല്യാണം കഴിഞ്ഞ് പന്തലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയുടെ കൂടെ ഇറക്കി ഭാര്യയുടെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ കരഞ്ഞ ചെറുപ്പക്കാരുണ്ടോ? സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെണ്ണ് കരയുന്നു, പുരുഷന് കരയാറില്ല. എന്തുകൊണ്ട് മുസ്ലിമേ? കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മുടെ മാതാപിതാക്കളെ ഒഴിവാക്കി പോയിട്ടില്ലല്ലോ, കൂടെ പറപ്പുകളിൽ നിന്ന് നമ്മളെ മാറിപ്പോയിട്ടില്ലല്ലോ. എന്നാ നമ്മുടെ ഭാര്യമാർ, എന്നാ നമ്മൾ നിക്കാഹ് കഴിഞ്ഞ് കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, സ്വന്തം മാതാപിതാക്കളെ ഒഴിവാക്കി നമ്മുടെ കൂടെ വരുന്നു, കൂടെ പറപ്പുകളെ ഒഴിവാക്കി വരുന്നു, അയൽവാസികളിൽ നിന്ന് പിരിഞ്ഞു വരുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് പിരിഞ്ഞു വരുന്നു. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാവരിൽ നിന്നും പിരിഞ്ഞുകൊണ്ട് നിന്റെ കൈ പിടിച്ച് നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോൾ മോനെ, നിനക്ക് വല്ലാത്ത ബാധ്യതയുണ്ട്. വാപ്പയെ പോലെ ആ പെണ്ണിനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയണം. ആ പൊന്നുമോൾക്ക് ഉമ്മാന്റെ സ്നേഹം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. ആ പെണ്ണിന്റെ കൂടെ പറപ്പുകളെ പോലെ അവളെ സ്നേഹിക്കാൻ നിനക്ക് കഴിയണം. ആ പെണ്ണിന്റെ കൂട്ടുകാരെ പോലെ കൂട്ടുകാരനാകാൻ നിനക്ക് സാധിക്കണം. അയൽവാസികളോട് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞതുപോലെ ആ എല്ലാ സ്നേഹവും വാത്സല്യം കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണം. അങ്ങനെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു പെണ്ണിനെ നോക്കാൻ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വഹാബ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം
നിസായിക്കും, നിങ്ങളിലേറ്റവും ഖൈറായവർ ആരെന്നറിയോ? ഭാര്യമാർക്ക് ഖൈറായ ഭർത്താവാകാൻ സാധിച്ചവനാണ്. ഈ വഅദ് പറയുന്ന സദസ്സിലുള്ള ഞാൻ അടക്കമുള്ള ഞങ്ങളിലെ ഏറ്റവും ഖൈറായ മുസ്ലിമാരെന്നറിയോ? നമ്മുടെ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, എന്റെ ഭർത്താവ് എനിക്ക് അല്ലാഹു തന്ന സമ്മാനമാണെന്ന് പറയാൻ അവൾ തയ്യാറായാൽ മോനെ നീ സമൂഹത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ മുസ്ലിമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ലോകത്തിന്റെ നേതാവാ പറയുന്നത്. ഒരൊറ്റ ഭാര്യമാര് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് വരേക്കും കൈകൊണ്ട് അടിച്ചിട്ടില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം വീട്ടിൽ പ്രശ്നങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും മാതാപിതാക്കളും ഭർത്താവിന്റെ ആങ്ങളമാരും ഭർത്താവിന്റെ സഹോദര സഹോദരിമാരും എല്ലാവരും പെണ്ണിനെ അടിമയെ പോലെ കാണുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ അവൾ ജീവിച്ചോളണം. ഭർത്താവിന്റെ ഉപ്പാന്റെ വല്ലാത്ത വാശിയാൻ ഞാൻ പറഞ്ഞതുപോലെ എന്റെ വീട്ടിലല്ലേ ഓളുള്ളത്, എന്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവൾ കേൾക്കണം. അതിനാണോ മോനെ നിന്റെ മോനെ കൊണ്ട് നീ കെട്ടിച്ചത്? അതിന് വേണ്ടിയാണോ ഉപ്പ നിങ്ങളെ മകനെ കൊണ്ട് കെട്ടിച്ചത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ മകന്റെ ദീന രക്ഷപ്പെടാൻ, നിങ്ങളുടെ മകൻ വ്യഭിചാരത്തിലേക്ക് തിരിയാതിരിക്കാൻ, നിങ്ങളുടെ മകന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നല്ല ഒരു പെണ്ണിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചു. ഭർത്താവിന്റെ ഉപ്പാനെ ഉമ്മാനെ നോക്കാൻ വേണ്ടിയല്ല. ഇന്ന് പലർക്കും ഉണ്ട് സുബ്ഹാനല്ലാഹ്, 4 പെണ്ണുമക്കൾ ഉസ്താദെ, 4 കെട്ടിച്ചു കൊടുത്ത് പൊരലാളില്ല. അങ്ങനെ ഞാൻ എന്റെ മോൾക്ക് ഒരു പെണ്ണ് നോക്കിക്കൊണ്ടുണ്ട്. പൊരലാളില്ലാത്തതിന് വേണ്ടി. പൊരലാള് വേണമെങ്കിൽ ബംഗാളികളെ കിട്ടൂലേ? പൊരല് നിന്റെ തുണി അലക്കാനും നിന്റെ പാത്രം കഴുകാനും പൊരന്റെ മുട്ടൊക്കെ ക്ലിയർ ആക്കി വെക്കാനും വൃത്തിയാക്കാനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ വേണമെങ്കിൽ പൈസ കൊടുത്ത ആള് കിട്ടൂലേ? മകനക്കൊരു ഭാര്യയായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തിനാ മകൻക്ക് ഭാര്യയാക്കി കൊണ്ടുവരുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തത്വഅ മിൻകുമുൽ ബഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫറജ് വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. ഒരു മനുഷ്യൻ കൂടുതൽ മോശമായി പോകാൻ സാധ്യതയുള്ളത് യുവത്വത്തിലാണ്. വയസ്സായിട്ട് പ്രായം 70 വയസ്സായിട്ട് ഒരാൾ കള്ളുടിക്കാൻ തുടങ്ങിയത് നമ്മൾ ആരും കേട്ടിട്ടില്ല. കള്ളുകൂടി നിർത്തിയിട്ടുണ്ട് പ്രായമായപ്പോൾ. എന്തെല്ലാം തോന്നിയാസങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരും റൂമിങ്ങനെ നിരക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം മാറ്റി എല്ലാത്തിൽ നിന്ന് ഒഴിവായി തസ്ബീഹിന്റെ മാലം കയ്യിൽ പിടിച്ച് കൃത്യമായി പള്ളിയിലേക്ക് 5 വക്ത് ജമാഅത്തിന് വരാൻ തുടങ്ങി. ആൾക്കാർ പറയാറുണ്ട് വലിയ മോശക്കാരനായിരുന്നു, ഇപ്പൊ മാഷാ അല്ലാഹ് നല്ല സ്വഭാവം. മാറ്റം വന്നു. പ്രായം കൂടുമ്പോൾ മോശമാവൂല, പ്രായം കൂടുമ്പോൾ നന്നാകല. എന്നാ ഒരു മനുഷ്യൻ കൂടുതലും പിഴച്ചു പോകാനും തെറ്റായ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനും സാധ്യതയുള്ളത് യുവത്വത്തിലാണ്, നല്ല ആരോഗ്യമുള്ള സമയത്താണ്. ആ സമയത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവന്റെ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വ്യഭിചാരത്തിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അന്യ പെണ്ണുങ്ങളിലേക്ക് കണ്ണുതിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ചെറുപ്പക്കാരാകുന്ന സ്വഹാബത്തിനോട് ഭാര്യയ്ക്ക് മഹർ കൊടുക്കാൻ കഴിയുമോ? ഒരു പെണ്ണിന് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഒരു പെണ്ണിന് അവൾക്ക് ആവശ്യമുള്ള ചെലവ് കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? എന്നാൾ പെണ്ണുകെട്ടനെ സ്വഹാബ, അല്ലാഹു പുറത്തുപെട്ട തരത്തിലാ നീ കെട്ടിയതെങ്കിൽ പിന്നെ ഹറാമിലേക്ക് കണ്ണു തിരിയൂല, പിന്നെ ഹറാമ് ചിന്തിക്കൂല. എല്ലാം അവന്റെ ഭാര്യയിലുണ്ടല്ലോ, പിന്നെ എന്ത് ചരിത്രവും സംരക്ഷിക്കാൻ വേണ്ടി അവനെ സഹായിക്കുന്ന ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്നപ്പോൾ നീ പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് വരെ അവളുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നവരുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്നവരുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എന്റെ ഈമാനുള്ള ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കണം. അവളുടെ സ്വന്തം ഉമ്മയിൽ നിന്ന് പിരിഞ്ഞു വന്നത് നിങ്ങളുടെ മകന് വേണ്ടിയാ. അവന്റെ സ്വന്തം പിതാവിൽ നിന്ന് പിരിഞ്ഞു വന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പറായി നിങ്ങളുടെ മകളായിട്ടാ.
അവരുടെ കൂടപ്പിറപ്പുകളിൽ നിന്ന് മാറി താമസിക്കുന്നത് അല്ലാഹു ഹലാലാക്കിയ നിക്കാഹിലൂടെയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നാൽ തന്നെ പൊറുത്തപ്പെടാൻ തയ്യാറായില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മളിൽ ഒരാളും തയ്യാറില്ല. പരിശുദ്ധ റമദാനാ കടന്നു വരാൻ പോകുന്നത്. റമദാനിന്റെ അവസാനത്തിന്റെ 10 അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. എത്ര കാലമായി വാപ്പാ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാ. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ എന്ന് പറയുന്ന വാപ്പാ, നിനക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യണോ? മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം നിനക്ക് വേണം കേട്ടോ. ഇതൊന്നുമല്ല. ഓള് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഓള് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഓൺ എന്നോട് അങ്ങനെ പറഞ്ഞില്ല, അയൽവാസികളോട് ബന്ധം മുറിച്ച ആള് ഓൺ അങ്ങനെ ചെയ്തില്ല എന്നെ. നിസ്സാരമായ സംഗതിയായിരിക്കും ചിലപ്പോ ബന്ധം മുറിക്കാൻ. ബന്ധം മുറിച്ചവരെ ചേർത്ത് പിടിക്കാനല്ലേ ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചവർ ഉണ്ടായിട്ടുണ്ട്. മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ കയറി നിന്നിട്ട് പോലും റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, സഹാബ, മുനാഫിക്കീങ്ങൾ എന്റെ ഭാര്യനെ വേണ്ടാത്തത് പറയുന്നുണ്ട്, മുനാഫിക്കീങ്ങൾ എന്റെ ഭാര്യയെ വേണ്ടാത്തത് പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെ നാക്കിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകാൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? എത്ര വലിയ വേദനിപ്പിക്കുന്ന സംഗതിയാ. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിച്ചത്, സ്വഹാബ, എന്റെ ഭാര്യ ആയിഷയെ അവരില്ലാത്തത് പ്രചരിപ്പിക്കുന്നു, അവരുടെ നാക്കിൽ നിന്ന് എന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകാൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരത്തിന് ആരോപണം ചുമത്തി. ആരാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ? വ്യഭിചാരം ആ ഖൽബിൽ പോലും ചിന്തിക്കുന്ന പെണ്ണാണോ? വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്ത്, ഞാൻ മരിച്ചാൽ പാതിരാത്രിക്ക് എന്നെ നിങ്ങൾ മറവ് ചെയ്യണം, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ രാത്രിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം. എന്തേ രാത്രിയിൽ കൊണ്ടുപോകുന്നത്? കാരണം പകലും കാലം നിങ്ങൾ എന്റെ മയ്യത്ത് കൊണ്ടുപോയാൽ എന്റെ മയ്യത്ത് അവസാനം ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്വഹാബത്തെല്ലാം അവിടെ കണ്ടു നിൽക്കും. കഫൻ ചെയ്യപ്പെട്ട എന്റെ ഈ ശരീരം, കഫൻ ചെയ്യപ്പെട്ട എന്റെ ശരീരം സ്വഹാബത്ത് ചിലപ്പോൾ കണ്ടു എന്ന് വരും. അതുകൊണ്ട് അന്യ പുരുഷന്മാർ എന്റെ ശരീരം കഫൻ ചെയ്യപ്പെട്ടതിന്റെ ശേഷവും നോക്കാൻ പാടില്ല. അതുകൊണ്ട് പാതിരാത്രിക്ക് എന്നെ മറവ് ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത സൂക്ഷ്മതയുടെ ഉടമയായിരുന്നു മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ലോകത്ത് 6 ഹദീസിന്റെ കിതാബുകളുണ്ട്, സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. ഏറ്റവും സ്വഹീഹായ 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സുനൻ ഇബ്നു മാജ, സുനൻ നസായി, സുനൻ അബീ ദാവൂദ, ജാമിഉ തിർമിദി. ഈ 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിനുള്ള ഹദീസുകൾ. ആ ഹദീസുകളിൽ 4/1 ഭാഗം അഥവാ 25%, 25% ഹദീസുകൾ ആയിഷ ബീവി ഒറ്റക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. 4 ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും 4/1 ഭാഗം ആയിഷ ബീവി ഒറ്റക്ക് റിപ്പോർട്ട് ചെയ്തതാ. അത്രമാത്രം ഓർമ്മശക്തിയുടെയും സൂക്ഷ്മതയുടെയും ഉടമയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരത്തിന്റെ ആരോപണം അതാ മുനാഫിഖീങ്ങൾ പരത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. ആയിഷ ബീവി മാസങ്ങളോളം കരഞ്ഞു നിന്നു. ആയിഷ ബീവിക്ക് ടെൻഷൻ കൊണ്ട് വല്ലാതെ അങ്ങ് പനി ബാധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ അങ്ങ് വിഷമിച്ചു. അവിടുത്തെ കുടുംബം വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെയാ വ്യഭിചാരത്തിന്റെ ആരോപണത്തിൽ ഇരയാക്കിയത്. സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആരോപണം ചില മുനാഫിഖീങ്ങൾ പരത്തിയപ്പോൾ സ്വഹാബത്തിൽ ചില ആൾക്കാർ അതിൽ കുടുങ്ങിപ്പോയി. നല്ലവരായ സ്വഹാബത്ത് തെറ്റിദ്ധരിച്ചു പോയി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലോത്തവർ, ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത പ്രഗൽഭരായ സ്വഹാബത്ത് മുനാഫിഖീങ്ങളുടെ അവതരണം കേട്ട് വിശ്വസിച്ചു പോയി. അങ്ങനെയില്ല ചിലപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ
സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചില കള്ള ത്വരീഖത്തുകാർ സുബ്ഹാനല്ലാഹ് നേരത്തെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ചവർ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ തെറ്റിദ്ധരിക്കാൻ വഴിയുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഇല്ലാത്തതങ്ങ് പ്രചരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ വാക്കുകളെ നേരെ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ക്ലിപ്പൊക്കെ മുറിച്ച് അവർ സുന്നത്ത് ജമാഅത്തിന് എതിരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച ആൾക്കാർ തന്നെ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്റെ കാരണം ഈ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ അവർക്കുള്ള ബുദ്ധിയും അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും അടവുകളും അത്രമാത്രം അപകടമാണ്. സുബ്ഹാനല്ലാഹ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാല് കയ്യിന്റെ എല്ലാ വിരലുകളും മോതിരം ധരിച്ച ആൾക്കാർ ത്വരീഖത്തിനൊന്നും ശൈഖാവൂല. പച്ച പൊതച്ചത് കൊണ്ടൊന്നും ശൈഖാവൂല ത്വരീഖത്ത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വലിയ മഹാനാൻ. റിഫായി ത്വരീഖത്തിന്റെ ശൈഖാൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്വഭാവം നിങ്ങൾ കണ്ടില്ലേ? കക്കാൻ വന്ന കള്ളനോട് പോലും ആ കള്ളനെ പേടിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് നോക്കിപ്പോയി പേടിച്ചിട്ട് ആഖിറത്തെ ഓർത്തിട്ട് കള്ളനോട് പൊരുത്തപ്പെടിച്ചു. നിങ്ങളുടെ മനസ്സിനെ പേടിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ഒരു നോട്ടം നോക്കിപ്പോയി, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, അല്ലെങ്കിൽ ആഖിറത്തിൽ ഞാൻ കുടുങ്ങിപ്പോകും. അതാണ് ത്വരീഖത്ത്. അതാണ് ത്വരീഖത്ത്. രോഗിയായ കുഷ്ഠം രോഗം ബാധിച്ച നായ, ആ നായെ നാട്ടിൽ നിന്ന് കുറെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. കാരണം നാട്ടുകാർക്ക് അത് ബേജാറായി പോകും, അവർക്ക് അതൊരു ശല്യമായി പോകുമെന്ന് വിചാരിച്ചിട്ട് കുറെ അപ്പുറം പോയി നായയെ കൊണ്ടുപോയി. നായയെ കുളിപ്പിച്ചു, നായക്ക് വേണ്ടുന്നതായ മരുന്നൊക്കെ വെച്ച് കെട്ടി, നായക്ക് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം രോഗമൊക്കെ മാറുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ആ നായയെ കുളിപ്പിച്ചു. മെല്ലെ പറഞ്ഞു വിട്ടു, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. വെറുതെയല്ലല്ലോ നമ്മൾ കുത്തുബിയത്ത് കഴിക്കുന്നത്, അവരുടെ പേരിൽ റാത്തീബ് കഴിക്കുന്നത് വെറുതെയല്ലല്ലോ. ആ മഹാന്മാർ അള്ളാഹു കൊടുത്ത സ്ഥാനം അവർക്കുള്ളതായ സ്വഭാവത്തിലായിരുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ് ത്വരീഖത്തിൽ കൂടിയ പലരുടെയും അവസ്ഥ എന്തെന്നറിയോ? അവരാരെങ്കിലും ഒന്ന് ചെറുതാക്കിയിട്ട് പറഞ്ഞാൽ അപ്പൊ സ്റ്റേജിൽ കയറി എല്ലാരെയും വേണ്ടാത്തത് തെറി പറഞ്ഞു, വേണ്ടാത്തതൊക്കെ വിളിച്ചു പറഞ്ഞു, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വിളിച്ചു പറഞ്ഞു. എന്തേ? അവരെ കുറവ് പറഞ്ഞ് അവരിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള ദേശം കൊണ്ട്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ കാലത്തിലുള്ള വലിയൊരു പണ്ഡിതൻ ആക്ഷേപിച്ചിട്ട് ഒരു കത്തെഴുതി. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ആക്ഷേപിച്ചിട്ട് ഒരാൾ കത്തെഴുതി. കാരണം അയാൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ തെറ്റിദ്ധരിച്ചതാണ്. ആക്ഷേപിച്ചിട്ട് കത്തെഴുതിയപ്പോൾ അതിന് മറുപടി എഴുതി അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എങ്ങനെയെന്നറിയോ? നിങ്ങൾ എന്നിൽ ഒരുപാട് ഐബുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എന്നിലുള്ള ഒരുപാട് തെറ്റുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് നന്നാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞാൻ നന്നാകാൻ വേണ്ടി, ഈ സ്വഭാവത്തിൽ നിന്നൊക്കെ ഞാൻ നന്നാകാൻ വേണ്ടി, എന്നെ അള്ളാഹു നന്നാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് കത്തിന് മറുപടി എഴുതി. കത്തെഴുതിയ മനുഷ്യൻ പണ്ഡിതൻ ഓടി വന്നു അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കാല് പിടിച്ച് മാഫ് ചോദിച്ചു. എന്തേ? കാരണം അവിടുത്തെ സ്വഭാവം അതായിരുന്നു. പക്ഷെ നമ്മുടെ സ്വഭാവം നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേൽ ഞാൻ എന്റെ വഅദ് നിർത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേലുള്ള വ്യഭിചാരണത്തിന്റെ ആരോപണം മുനാഫിക്കീങ്ങൾ അത്രമാത്രം തന്ത്രപരമായി പരത്തിയപ്പോൾ സ്വഹാബത്തിൽ ചിലർ വിശ്വസിച്ചു പോയി. ശരിയായിരിക്കാം, ആയിഷ ബീവി ഒരു പെണ്ണല്ലേ, മനുഷ്യനല്ലേ, ആയിഷ ബീവിന്റെ ഭാഗത്തൊരു പക്ഷെ അങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. ആ തെറ്റിദ്ധരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മിസ്തഹ റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിൽ പ്രമുഖനായ മിസ്തഹ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്. ആരാണ് മിസ്തഹ റളിയല്ലാഹു അൻഹു തങ്ങൾ എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. മിസ്തഹ റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ഫഖീറനായ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കടിഞ്ഞുകൂടുന്ന കുടുംബമാണ്. മിസ്തഹ റളിയല്ലാഹു അൻഹുവിന് എല്ലാ ചെലവും കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാകുന്ന പണ്ഡിതയായ വലിയ ഹിക്മത്തുള്ളതായ വലിയ തഖ്വയുള്ളതായ സൂക്ഷ്മതയുടെ ഉടമയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേലെ ആരോപണം ഉന്നയിച്ചപ്പോൾ കുടുംബക്കാരനായ മിസ്തഹ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബന്ധം നിർത്തിവെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണല്ലോ ഇല്ലാത്തത് പറത്താൻ കൂടിയത്, അതുകൊണ്ട് വല്ലാഹി മിസ്തഹിനോട് എന്റെ എല്ലാ ബന്ധം ഞാൻ അങ്ങ് മുറിച്ചു കളഞ്ഞു.
മിസ്തഹുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. സുബ്ഹാനല്ലാഹ്. കുടുങ്ങിപ്പോയ സ്വഹാബത്ത് തൗബ ചെയ്തു മടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ നിരപരാധിത്വം അല്ലാഹ് ഖുർആനിലൂടെ തെളിയിച്ചു കൊടുത്തപ്പോൾ മുനാഫിക്കീങ്ങൾ ഒരു ഭാഗത്ത് പോയി, സ്വഹാബത്ത് തൗബ ചെയ്തു മടങ്ങി. അവരെ വല്ലാതങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്തു. പടച്ചവനെ, ആയിഷ ഉമ്മയെ, ഹബീബായ തങ്ങളുടെ ഭാര്യയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതിന്റെ പേരില് നാളെ നിന്റെ ആഖിറത്തിൽ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗബ, ഞങ്ങളുടെ തൗബ നീ ഖബൂലാക്കണേ അല്ലാഹ്. എന്നിട്ട് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് മടങ്ങുന്നു. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിസ്തഹ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധം മുറിച്ചിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധ ഖുർആൻ അങ്ങ് ചോദിക്കുകയാ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ആരാ പറയുന്നത്? ഈ ദുനിയാവിനെ പടച്ചതോ ലോക നിബന്ധാവായ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് പറയുകയാ, വിട്ടുവീഴ്ച ചെയ്തുകൂടെ സിദ്ദീഖുൽ അക്ബറേ? ഒന്ന് പുറത്തു കൊടുത്തുകൂടെ സിദ്ദീഖുൽ അക്ബറേ? നിങ്ങളുടെ ഭാഗത്തിലെങ്കാലും എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ, നിങ്ങളിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ വന്നു പോയാൽ അല്ലാഹ് നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് പൊറുത്തപ്പെട്ടു കൊടുത്തുകൂടെ? സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് അങ്ങ് ഇറങ്ങുമ്പോൾ ഈമാനിന്റെ ഉടമയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഓടി മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മിസ്തഹിനോട് സലാം പറഞ്ഞുകൊണ്ട് പറയുന്ന, മിസ്തഹേ, അബൂബക്കർ നിങ്ങൾക്ക് പൊറുത്തപ്പെട്ട് കഴിഞ്ഞു. വല്ലാഹി നിങ്ങളോടുള്ള ബന്ധമിനെ മരിക്കുന്നത് വരെ ഞാൻ മുറിക്കുകയില്ല. ഏത് രൂപത്തിലാണ് നിങ്ങളുടെ ചെലവ് ഞാൻ നോക്കിയിരുന്നത്, അതുപോലെ നിങ്ങളുടെ ചെലവ് ഞാൻ ഇനിയും നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഇരിക്കുന്ന സദസ്സിലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേരോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ട്, കൂട്ടുകാരോട് തെറ്റിയവരുണ്ട്, അയൽവാസികളോടുള്ള ബന്ധം മുറിച്ചവരുണ്ട്. അവർ എത്ര തന്നെ വലിയ തെറ്റ് ചെയ്താലും റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാകുന്ന, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഉമ്മയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ മേൽ വ്യഭിചാരണം ആരോപണം ഉന്നയിച്ചതുപോലെ അത്രമാത്രം ഗൗരവത്തിലുള്ള തെറ്റുകളാവൂലയല്ലോ. ആ തെറ്റുപോലും അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പൊറുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ ഈമാനുള്ളവരെ, ഏത് വിഷമമാണെങ്കിലും ഒന്ന് പൊറുത്തപ്പെട്ടു കൊടുത്തുകൂടെ? അങ്ങനെ പുറത്തു കൊടുക്കുന്ന സ്വഭാവം ഒരു മുസ്ലിമിനുണ്ടോ? രക്ഷപ്പെട്ട് കഴിഞ്ഞു മോനെ. അങ്ങനെയുള്ളവൻക്ക് അല്ലാഹു പുറത്തു തരുന്നത്. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നത് ആർക്കെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. പടച്ചവനെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാ, വിട്ടുവീഴ്ച ചെയ്യലിനെ ഇഷ്ടപ്പെടുന്നവനാ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ എന്ന് പറയുമ്പോൾ, ആ വിട്ടുവീഴ്ച ചെയ്യാൻ നീ തയ്യാറല്ലെങ്കിൽ നിനക്ക് റമദാന് വേണ്ട, നിസ്കാരം വേണ്ട, തഹജ്ജുദ് വേണ്ട, സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല, ഒരൊറ്റ അമലും പിന്നെ വേണ്ട, ഒരു ഇബാദത്തും പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. എന്റെ കാരണം അല്ലാഹു സ്വീകരിക്കൂല. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യൻ 3 ദിവസത്തിലേറെ ഒരു മുഅ്മിനായ മനുഷ്യനോട് പിണങ്ങി നിന്നാൽ അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു ഖബൂലാക്കൂല. എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമല്ല. എന്തേ? ഒരു മുസ്ലിമിനോടുള്ള ബന്ധം നീ നിർത്തിവെച്ചവനാ. ആ ബന്ധം ശരിയായിട്ടല്ലാതെ അല്ലാഹു ഇബാദത്ത് സ്വീകരിക്കൂല. അത് എത്ര വലിയ മഹാനാണെങ്കിലും
നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. എത്ര വലിയ സാഹിദ, റഈസു സാഹിദ്. അല്ലാഹുവിന് വേണ്ടി ദുനിയാവിനെ ത്യാഗം ചെയ്ത മഹാന്മാരിൽ തലപ്പത്തു നിൽക്കുന്ന മഹാൻ ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അറിയാതെ 2 കാറക്ക ഇങ്ങ് പള്ളിയിലേക്ക് പോയി. ഹലാലല്ലാത്ത 2 കാറക്ക അറിയാതെ പെട്ടുപോയതാ. ഉന്തുവണ്ടിയിൽ നിന്ന് കാറക്ക വിലക്ക് വാങ്ങി, അളന്നു കൊടുത്ത് കാറക്ക അളന്ന് കൊട്ടയിലിട്ട് കൊടുക്കുമ്പോൾ 2 കാറക്ക താഴെ വീണു. എന്റെ കൊട്ടയിലേക്കിട്ട കാറക്കയിൽ പെട്ടതാണെന്ന് വിചാരിച്ച് ആ 2 കാറക്ക എടുത്ത് കൊട്ടയിലേക്കിട്ട് നേരെ കൊണ്ടുപോയി. അതിനെ കഴിച്ചു. സുബ്ഹാനല്ലാഹ്. പണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പതിവുണ്ടായിരുന്നു, മോന്തിയായാൽ ആ പള്ളി ഇങ്ങനെ അടച്ചിടും, ഒരാൾക്കും പിന്നിൽ പ്രവേശനമില്ല. രാത്രി സമയത്ത് മലായികകൾ ഇബാദത്തിനായി ആ പള്ളിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള വിശ്വാസം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു മനസ്സിൽ ഒരു ആഗ്രഹം വന്ന്, പടച്ചവനെ ഒരു രാത്രി പള്ളിയിൽ നിസ്കരിക്കണം, ഒരു രാത്രി പള്ളിക്കകത്ത് ഇബാദത്ത് ചെയ്യണം. ആരും അറിയാതെ പള്ളി പൂട്ടുന്നവർ വരുന്നതിന് മുമ്പ് നേരെ പള്ളിക്കകത്ത് കയറി ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു. പള്ളി പരിപാലിക്കുന്നവർ വന്നു, പള്ളിയൊക്കെ അടച്ചു പൂട്ടി, അവർ പിരിഞ്ഞുപോയി. പാതിരാത്രിക്ക് ആരോ പള്ളിക്ക് ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നു. ആ ഇറങ്ങി വന്നവരിൽ ഒരാൾ മറ്റാളോട് ചോദിച്ചു, ഇവിടെ ഒരു മനുഷ്യന്റെ വാസനയുണ്ടല്ലോ. മറ്റേയാൾ പറഞ്ഞു, അള്ളാന്റെ മലായികകളാ, അത് മറ്റാരുമല്ല, ഖുറാസാന് ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹമാനത്. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, ഓ അയാളാ, വലിയ ഇബാദത്തുകാരനായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു കൊല്ലായി അള്ളാഹു അയാൾ ഇബാദത്തൊന്നും സ്വീകരിക്കാറില്ല. ഒരു കൊല്ലമായി അള്ളാഹു അയാളുടെ ഇബാദത്തുകളൊക്കെ തടഞ്ഞു വെച്ചിട്ട്. ഇത് പറയുമ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പേടിച്ചു വരച്ചുപോയി. മറ്റേ മലക്ക് ചോദിച്ചു, എന്തേ അള്ളാഹു ഇബാദത്തിനെ സ്വീകരിക്കാത്തത്? നേരത്തെ പറഞ്ഞ മലക്ക് പറഞ്ഞു, ഹലാലല്ലാത്ത 2 കാറൊക്കെ പള്ളിയിൽ കടന്നതിന്റെ പേരിലാണ്. അപ്പടാ ഓർമ്മ വന്നത്, പടച്ചവനെ, ഉന്തുവണ്ടിയിൽ നിന്ന് വാങ്ങിയ കാറക്കയുടെ കൂട്ടത്തിൽ 2 താഴേക്ക് വീണപ്പോൾ പിറക്കി ഞാൻ കൊണ്ടുവന്നില്ലേ, അത് അയാളുടെ വണ്ടിയിൽ നിന്ന് വീണതായിരിക്കും. നേരെ ഓടിപ്പോയി. പിറ്റേ ദിവസം രാവിലെ പള്ളി തുറന്നപ്പോൾ ദിവസങ്ങളോളം ഓടി ആ സ്ഥലത്തെത്തിയപ്പോൾ അന്ന് പ്രായമുള്ള ഒരാൾ വിറ്റിരുന്നതായ സ്ഥലത്തൊരു ചെറുപ്പക്കാരനുണ്ട്. ആ പൊന്നുമോനോട് ചോദിച്ചു, മോനെ, ഇവിടെ ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നല്ലോ, കച്ചവടം ചെയ്യുന്ന ഒരാൾ, കാറൊക്കെ വിൽക്കുന്ന ഒരാള്. ആ ചെറുപ്പക്കാരന് പറഞ്ഞു, അതെന്റെ വാപ്പയാണ്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇയാൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ അയാൾക്ക് ഞാൻ 2 കാറൊക്കെ കൊടുക്കാനുണ്ട്, അത് അയാളിപ്പോ മരിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് അതിനെ പുറത്തു പിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. തരാൻ എന്റെ കയ്യിലില്ല, നിങ്ങൾ എനിക്ക് പുറത്തു തരണം. പാലക്കാരന് പറഞ്ഞു, 2 കാറക്കയിൽ എനിക്ക് മാത്രമല്ല, എനിക്കൊരു ഉമ്മയുണ്ട്, സഹോദരിയുണ്ട്, അവർക്കും കൂടി അതിൽ പങ്കുണ്ട്, അവകാശമുണ്ട്. എന്റെ ഓഹരി ഞാൻ പൊരുത്തപ്പെട്ടു തരാം, അവരോട് നിങ്ങൾ പോയി ചോദിക്കണം. അവരന്വേഷിച്ചു, തെരഞ്ഞുപിടിച്ചു, അവരോടും പൊരുത്തപ്പെടിച്ചു. എന്നിട്ട് ആ പള്ളിയിലേക്ക് വീണ്ടും മടങ്ങി, വീണ്ടും ഒരു രാത്രി ഇബാദത്തിനായി അവിടെ കടന്നുകൂടിയപ്പോൾ അള്ളാഹുവിന്റെ മലായികകൾ വീണ്ടും ഇറങ്ങി ഇവിടുന്ന് സംസാരിച്ചു പറഞ്ഞു, ആ 2 കാറൊക്കെ പൊരുത്തപ്പെടിച്ചതിന്റെ ശേഷം അള്ളാഹു ബാക്കി വെച്ച, സ്വീകരിക്കാതെ തടഞ്ഞു വെച്ച ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂലാക്കി. നമുക്കങ്ങനെ അറിയാൻ വഴിയില്ലല്ലോ. നമ്മുടെ ഇബാദത്ത് പള്ളിയിൽ എപ്പോഴെങ്കിലും ഹറാമായതെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യനോട് ബന്ധം മുറിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മുടെ ഇബാദത്തൊക്കെ തടഞ്ഞു വെച്ചിരുന്ന അറിയാൻ വഴിയില്ല. അപ്പൊ കഴിയുന്നത്ര നന്നാകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെയൊക്കെ മുൻഗാമികളായ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന തരത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്നായി, ഖൽബ് നന്നായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും 3 സ്വലാത്ത് വരെ എല്ലാവരും അടുത്ത് വാ. എല്ലാവരും വയസ്സായ ആൾക്കാർ എണീക്കണ്ട, പ്രായം അല്ലാത്ത ആൾക്കാരെല്ലാം ഒന്ന് എണീച്ചു വാ. ഈ മക്കാമിന്റെ പരിസരത്ത് ഒന്ന് ചേർന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും ഒന്ന് അടുത്ത് വന്ന് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്ത് പറഞ്ഞു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.
പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് സംഘാടകന്മാർ ബക്കറ്റ് കൊടുത്തേക്കും. നല്ല സംഭാവന, നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന കൊടുത്തു. എല്ലാ ദിവസവും വഅദിന് വരുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ സംഭാവന കൊണ്ടുവന്നോ. ഈ മഖാമിൽ നടക്കുന്ന ഉറൂസ്, ഔലിയാക്കന്മാരുടെ സ്മരണയ്ക്ക് വേണ്ടി നടത്തുന്ന ഉറൂസിന്റെ ചെലവിന് വേണ്ടി കരുതിയിട്ട് നിയത്ത് ചെയ്ത് കൊടുത്തു. അള്ളാഹു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. أرحم الراحمين يا الملك الملوك يا راജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ചുകൂടെ ഞങ്ങൾ എല്ലാവരുടെ ദോഷങ്ങൾ നീ പൊറുത്തു തരണേ റഹ്മാനെ. അറിഞ്ഞിട്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ഭാഗത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ റഹ്മാനെ. ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കുടുംബക്കാർ, അയൽവാസികൾ, പടച്ചവനെ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ നീ പൊറുത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഈ പറയപ്പെട്ടവരെയും ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കണേ റഹ്മാനെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സിഹർ കണ്ണേറുകളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. ക്യാൻസർ ബാധിച്ചവർ, ഹാർട്ടിന് സുഖമില്ലാത്തവർ, കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, BP ഉള്ളവർ, ഷുഗർ ഉള്ളവർ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവർ, മുട്ടുവളയാത്തവർ, യാ അല്ലാഹ് നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ സ്വാലിഹായ വലിയുടെ ദർബാറിൽ വന്ന് ചോദിക്കുന്നു റഹ്മാനെ, ഒരൊറ്റ പേരുടെ കടം ഞങ്ങളിൽ ബാക്കിയായി മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കടം വീടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, മാതാപിതാക്കളുടെ സന്തോഷത്തിന് കാരണമാകുന്ന സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളിൽ ജോലിയില്ലാത്തവർക്ക് ഇസ്സത്തുള്ള ഹലാലായ ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. ദുനിയാവിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള വീട് നിർമ്മിക്കാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ കൂലി പണിയെടുക്കുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, നല്ല നല്ല ബിസിനസ് ഉള്ളവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്. യാ അല്ലാ, ഞങ്ങളെല്ലാവരുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തന്ന എല്ലാത്തിലും, നീ തന്ന ആയുസ്സിലും ആരോഗ്യത്തിലും സമ്പത്തിലും സന്താനത്തിലും ഇൽമിലും നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളുടെ ഉസ്താദന്മാരിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഈ സദസ്സിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരുണ്ട്, മക്കൾ മരിച്ചവരുണ്ട്, സഹോദര സഹോദരിമാരികൾ മരിച്ചുപോയവരുണ്ട്, അയൽവാസികളിൽ മരിച്ചുപോയവരുണ്ട്. പടച്ചവനെ, അവരെല്ലാവരുടെ ഖബറിടം സന്തോഷത്തിലാക്കണേ അല്ലാ. ഖബറിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ അല്ലാ. ഖബറിന്റെ ഏകാന്തതയിൽ അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ. ഖബറിന്റെ അദാബുകളിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നാളെ ഞങ്ങളും മയ്യിത്തായി ഖബറിലേക്ക് ഇറക്കപ്പെടുന്ന ദിവസം ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, നിന്റെ വലിയുടെ ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്, ഓടി നടന്നവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, പണം ചെലവഴിച്ചവരുണ്ട്, ഒരു ഉറുപ്പിക ശമ്പളം പോലും വാങ്ങാതെ ഖിദ്മത്ത് ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. യാ അല്ലാ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആ സ്വാലിഹീങ്ങളുടെ കൂടെ നിന്റെ ഹബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിൽ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരേക്കും നിലനിർത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മരണം ഖൈറായ നേരത്ത് കാമിലായ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ.
ഒരാളോടും അസൂയയില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, ഒരാളോടും ചൊടിയില്ലാതെ ജീവിച്ച് ഖൽബ് രക്ഷപ്പെട്ടവരായി ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في